ചരിത്ര സാക്ഷികൾ പരമ്പരയിൽ ഇന്ന് പ്രത്യേക അതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട KG പരമേശ്വരൻ നായരാണ്. കേരളകൗമുദിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായി 1998 വിരമിച്ച അദ്ദേഹം 3.5 പതിറ്റാണ്ടുകാലം, കൃത്യമായി പറഞ്ഞാൽ 1963 മുതൽ കേരളകൗമുദിയിൽ പ്രവർത്തിച്ചു. അതിനും ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം കേരളകൗമുദിയിലെ ജീവിതം ആരംഭിക്കുന്നത് സ്റ്റാഫ് റിപ്പോർട്ടറായാണ്. 98 അദ്ദേഹം വിരമിക്കുന്നതും അതേ ബ്യൂറോയിൽ നിന്നാണ്. ഇത്രയും 3.5 പതിറ്റാണ്ട് കാലവും അദ്ദേഹം റിപ്പോർട്ടിങ്ങിൽ മാത്രം പ്രവർത്തിച്ചു. കേരള നിയമസഭയുടെ 2ാം സമ്മേളനം മുതലുള്ള എല്ലാ സമ്മേളനങ്ങളും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിയമസഭാ അവലോകനങ്ങൾ വായിക്കാൻ വേണ്ടി മാത്രം ഒരു കാലത്ത് കേരളകൗമുദി പത്രം വായിച്ചിരുന്ന ആൾക്കാരുണ്ട്. പത്രം കിട്ടുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അവലോകനങ്ങൾ വായിക്കുന്ന ഒരു തലമുറയെ നമുക്ക് പരിചയമുണ്ട്. KG എന്ന് മാധ്യമരംഗത്ത് അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത് കേരളകൗമുദിയിലല്ല, K. ബാലകൃഷ്ണൻ്റെ കൗമുദി ദിനപത്രത്തിൽ 1962 കേരളകൗമുദിയിൽ അദ്ദേഹം കാണാപ്പുറം എന്ന കോളം എഴുതിയിട്ടുണ്ട്. നിയമസഭയിലെ തൻ്റെ ജീവിതത്തെക്കുറിച്ച്, റിപ്പോർട്ടർ എന്ന രീതിയിലുള്ള സുദീർഘമായ അനുഭവങ്ങളെക്കുറിച്ച് കേരള നിയമസഭ ചരിത്രവും ധർമ്മവും എന്ന പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അഭിനേതാവ് കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ ഈ സജീവമായും കേരളത്തിൻ്റെ മാധ്യമരംഗത്തെക്കുറിച്ചൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതത്തിൻ്റെ വിവിധ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കാം. ബഹുമാനപ്പെട്ട ശ്രീ KG പരമേശ്വരൻ നായർ സാറിനെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സാറ് 1962 മാധ്യമരംഗത്തേക്ക് വന്നതെങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് ആരംഭിക്കാം. സാർ. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങിയ ഞാൻ സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കാൻ മുതിരാതെ അന്ന് നാടകാഭിനയവും സിനിമ എന്നീ മേഖലകളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടുപോയി. ആ അവസരത്തിൽ KS കൃഷ്ണപിള്ള സാഹിത്യകാരൻ KS കൃഷ്ണപിള്ള എന്നൊരാളുമായി ഞാൻ പരിചയപ്പെട്ടു, വളരെ അടുത്ത്. അദ്ദേഹം വന്നപ്പോൾ എൻ്റെ ഈ ശ്രമം ഫലിക്കില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്നെ ഉപദേശിച്ചു. അപ്പോൾ ഈ അവസരത്തിൽ കൗമുദിയിൽ എഡിറ്റോറിയൽ ബോർഡ് ആളുകൾ കുറവായിരുന്നു. രണ്ട് സഹോദരന്മാർ മാത്രമായി. അതുവരെ ഉണ്ടായിരുന്ന CN ശ്രീകണ്ഠൻ നായർ, K. വിജയരാഘവൻ സാറ് തുടങ്ങിയവർ കൗമുദി വിട്ടാക്കി പോയി. അപ്പോൾ ഡെസ്കിലല്ല എഡിറ്റോറിയൽ സെക്ഷനിൽ ആളില്ല, കുറവാണ്. 2 പേര്, വേണുഗോപാൽ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ സഹോദരൻ യദുകുലകുമാർ മാത്രമായിരുന്നു. അപ്പോൾ അത് കൗമുദി പേട്ടയിൽ നിന്ന് മാറ്റേണ്ടി വന്ന ഒരു ഘട്ടത്തിൽ അവിടെ സൗകര്യമില്ലാത്തതിനാൽ പേട്ടയിൽ പഞ്ചിയിലുള്ള ഒരു പഴയ കെട്ടിടത്തിലാണ് അത് ഇട്ടിരുന്നത്. അതൊന്നും ആയിക്കോട്ടെ. അപ്പോൾ ആ അവസരത്തിൽ ഈ വേണുഗോപാൽ KS കൃഷ്ണനോട് പറഞ്ഞു, ഞങ്ങൾ 2 സഹോദരന്മാരാണ് ഈ കൗമുദി നടത്തിക്കൊണ്ട് പോകുന്നത്, അതൊരു നാണക്കേടാണ്, ഞങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ കൊണ്ട് കിട്ടിയാൽ കൊള്ളാമെന്ന്. ഇത് കേട്ട KS കൃഷ്ണൻ എന്നെ എൻ്റെ വളരെ സ്വാധീനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് എന്നെ പത്രപ്രവർത്തനത്തിൻ്റെ മഹാത്മ്യവും അതിനുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ കൗമുദി ആഫീസിൽ കൊണ്ടു കയറ്റി വേറെ സ്വീകരിച്ചിരുത്തി. അങ്ങനെയാണ് ഞാൻ കൗമുദിയിൽ വരുന്നത്. അന്ന് K. ബാലകൃഷ്ണനാണെന്ന് കൗമുദിയുടെ എഡിറ്റോറിയൽ കഴിയുന്നത്. പക്ഷെ അങ്ങനെ കൗമുദി വീക്കിലി ഓഫീസിൽ നിന്ന് എഴുതി അയക്കുകയുള്ളൂ. ഒരു ദിവസം KS കൃഷ്ണൻ പറഞ്ഞതിനനുസരിച്ച് ഞാൻ എൻ്റെ കൗമുദിയിൽ ജോയിൻ ചെയ്തു. അത് കൗമുദിയിൽ എനിക്ക് വലിയതായിട്ട് എഴുതാൻ അറിഞ്ഞുകൂടായിരുന്നു. PTA ഷീറ്റ് കീഴ് തരും, അതിൽ തർജ്ജമ ചെയ്ത് കൊടുക്കും, അങ്ങനെയായിരുന്നു. അങ്ങനെ വെച്ചാൽ ഒരു ദിവസം K. ബാലകൃഷ്ണൻ അവിടെ കയറി വന്നു. അദ്ദേഹം എഡിറ്റോറിയൽ എഴുതാൻ വന്നതാണ്. അപ്പം ഞാൻ ഈ PTA ഷീറ്റ് എഴുതിയത് കൊണ്ടത് പതിവ് പോലെ വേണുവിനെ ഏൽപ്പിക്കും.
വേണു അന്ന് പറഞ്ഞു ബാലകൃഷ്ണനെ കാണിക്കേ എന്ന് പറയും. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു. അദ്ദേഹം എന്നെ ഇതിന് അടിപൊളി ഒന്ന് നോക്കിയിട്ടൊന്നും മിണ്ടിയില്ല. വായിച്ച് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, മിസ്റ്റർ വേണു, ദിസ് ബോയ് ഈസ് പ്രോമിസിങ് എന്ന് പറഞ്ഞു. എന്താ എൻ്റെ അർത്ഥം എനിക്ക് അന്ന് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായി, ഈ കുട്ടി കൊള്ളാം, എടുക്കലാണ് എന്താണ് എൻ്റെ ഒരു അർത്ഥം എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഞാൻ കൗമുദിയിൽ എത്തിയത്. അങ്ങനെ കൗമുദിയിലിരിക്കവേ കൗമുദിയുടെ ഘടകാരസ്ഥിതിയും സാമ്പത്തിക ശേഷി തകർച്ചയെ കൊണ്ട് കൗമുദി അവർക്ക് നീട്ടേണ്ടി വന്നു. അങ്ങനെ ആ അവസരത്തിൽ എന്ത് വേണമെന്ന് ഞാനും പല പത്രങ്ങളിൽ ഓഫീസിലൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ കൗമുദിയുടെ സിറ്റി ഓഫീസും കേരള കൗമുദിയുടെ സിറ്റി ഓഫീസും സ്റ്റാറ്റ്യൂ ജംഗ്ഷനിൽ കെട്ടിടത്തിലായിരുന്നു. അപ്പോൾ വിജയനാഥ് സാറിനെ എൻ്റെ റിപ്പോർട്ടൊക്കെ അദ്ദേഹം നോക്കും. അങ്ങനെ അപ്പോൾ ഈ അവസരത്തിൽ വിജയനാഥനെ സഹായിക്കേണ്ട ആൾ വേണം എന്നുള്ളത് കൊണ്ട് പിന്നെ അദ്ദേഹം MS മണിയോട് പറഞ്ഞു. MS മണിയാണല്ലോ അന്ന് കേരളപതിയുടെ എഡിറ്റോറിയലിൻ്റെ സെക്ഷൻ പ്രമാണി. അത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ വിജയനാഥ് സാർ പറഞ്ഞു, KG എന്ന് പറഞ്ഞ് പരമേശ്വരനായിരുന്ന ആളുണ്ട്, അങ്ങനെ റിപ്പോർട്ടേക്കുള്ള കൗമുദിയിലുണ്ടായിരുന്നതാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു, പറഞ്ഞയക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം അപ്പോൾ ഞാനിങ്ങനെ ഒരു ജോലിക്ക് ഏതെങ്കിലും പത്ര ഓഫീസിൽ ജോലി കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി നടന്ന കൂട്ടത്തിൽ ഒരു ദിവസം പിന്നെ സെക്രട്ടേറിയറ്റ് മുൻവശത്തെ മെയിൻ ഗേറ്റിൻ്റെ അവിടെയുള്ള ആലിൻ്റെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ വിജയനാഥ് സാറ് പ്രസ് ക്ലബ്ബിൽ നിന്ന് പ്രസ് റൂമിൽ നിന്ന് പിന്നെ പ്രസിഡൻസ് എടുത്തുകൊണ്ട് വരുന്നത് എന്നെ കണ്ടുകൊണ്ട് പറഞ്ഞു, KG ഞാൻ നിങ്ങൾ അന്വേഷിച്ചിരിക്കുക എന്തായാലും ഞാനിപ്പോഴും അത് ഞാൻ ഓണത്താണ് താമസം, ഓണത്തിന് തന്നെയാണല്ലോ. എന്നൊരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ പിന്നെ പേട്ട ഓഫീസിൽ പോയി MS മണിയെ കണ്ടിട്ട് അദ്ദേഹം ഒരു കാര്യം പറയും, അത് എൻ്റെ സ്വീകരിക്കണം. ഞാൻ എന്ത് കാര്യമാണ് അത് മണി പറഞ്ഞു, നിർബന്ധിക്കുന്നത് സ്വീകരിക്കണം, ഉപേക്ഷിക്കരുത്. ഞാൻ അങ്ങനെ പോയി. അപ്പം തന്നെ ഒരു സിറ്റി ബസ്സിൽ കയറി അവിടെ ചെന്നു. ഏതാണ്ട് 5:30 മണി സന്ധ്യയായി. അപ്പോൾ അന്ന് എനിക്ക് അകത്തോട്ട് കയറാൻ അവരോട് ആരൊക്കെയാണെന്നുള്ളത് പിടിയില്ലാത്തോണ്ട് ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു. വെളിയിൽ നിന്നപ്പോൾ അവിടെ സിറ്റി ഡെസ്കിലുണ്ടായിരുന്ന ഒരു ഗോവിന്ദപിള്ള. അപ്പോൾ കേരള കൗമുദി സിറ്റി ഓഫീസിൽ വിജയനാഥ് സാറിനെ സഹായിക്കേണ്ട ആൾ വേണമെന്ന് പറഞ്ഞത് അവിടെയും ഒരു ഗോവിന്ദപിള്ള ഉണ്ടായിരുന്നു, ശാസ്ത്രവകല ഗോവിന്ദപിള്ള. പക്ഷെ അദ്ദേഹം ഉച്ചയ്ക്ക് വരും, എന്തെങ്കിലും കുത്തിക്കുറിക്കും, കസറ്റ് എടുത്ത് നോക്കി കുത്തിക്കുറിക്കും, അങ്ങ് പോകും സന്ധ്യ ആകുമ്പോൾ. അതാണ് വിജയനാഥ് സാറിനെ സഹായിക്കേണ്ട ആളുകളെന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ ഒരു ഡെസ്ക് സിറ്റി എഡിറ്റോറിയൽ ബോർഡിൽ ഒരു ഗോവിന്ദപിള്ള ഉണ്ടായിരുന്നു. അങ്ങനെ വാടിയൂരുകാരനാണ്. അങ്ങനെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമയൊക്കെ എടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞു. ഹലോ 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 ഒരു ഡിസ്ട്രാക്ഷൻ നോയ്സ് വരുന്നുണ്ട്. പറഞ്ഞോളൂ, കുഴപ്പമില്ല. പറഞ്ഞു ഗോവിന്ദപിള്ള പറഞ്ഞു, അന്നൊരു ശനിയാഴ്ചയായിരുന്നു, ഞാൻ പിറ്റേ ദിവസം ഞായർ. പിന്നെ ഇന്നിപ്പം KG ഇവിടെ നിന്നിട്ട് കാര്യമില്ല, മണിയെ പിന്നെ ബാലകൃഷ്ണനുമായിട്ട് ക്ലബ്ബിൽ പോയി. പിന്നെ അന്ന് വരുമ്പോൾ 12 മണിയൊക്കെ ആവും, അടിപൊളി നിൽക്കേണ്ട നാളെ വന്നാന്ന് പറഞ്ഞു. ഞാനങ്ങ് പോയി. എനിക്കന്ന് താമസം കോണമെന്നില്ലേ, ബസ് കയറി പോകണം. അങ്ങനെ ബസ് പിറ്റേ ദിവസം രാവിലെ ഫസ്റ്റ് ആദ്യത്തെ വണ്ടി ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ഞാൻ പേട്ടയിൽ വന്ന് അവിടെ ഓഫീസൊന്നും തുറന്നിട്ടില്ല. ഞാൻ നേരെ അകത്ത് മഴ താമസിക്കുന്നതും അകത്തെ കാമ്പൗണ്ടിനകത്ത് കെട്ടിടത്തിലാണ്. ഞാൻ ചെന്നപ്പോൾ മണിയുടെ അമ്മ ഇറങ്ങിയോ, എന്താ കുട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, മണി സാറ് എന്നെ കാണാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു, എന്താണെന്ന് അറിഞ്ഞില്ല. അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ അകത്ത് ചെയ്ത് 2 കട്ടൻ കാപ്പി കൊണ്ടിട്ട് MS മണി കിടന്ന് ഉറക്കമായിരുന്നു. വിളിച്ചുണർത്തിയിട്ട് ഇതിൻ്റെ അന്വേഷിച്ച് പറഞ്ഞനുസരിച്ച് ആൾ കുട്ടി വന്നിരിക്കും, എന്താണ് നോക്കുന്നത്. അപ്പോൾ അത് കഴിച്ചു വന്നു. അപ്പം 2 കപ്പ് കാപ്പി വേണ്ടി ഞങ്ങൾ 2 കൊല്ലം കുടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വിജയനാഥ് സാറ് പറഞ്ഞത് മണിയെ കാണുന്നത് ശരിയാണ്. വിജയനാഥ് സാറിനെ സഹായിക്കാൻ ഒരാൾ വേണം. അതിന് വിജയനാഥ് സാറ് KGയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. മണി സാറിൻ്റെ എന്നെ നേരത്തെ അറിയാം, ഇങ്ങനെ കളയിലുള്ള ബന്ധങ്ങൾ വെച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വിരോധമില്ലെങ്കിൽ നാളെ ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞു സന്തോഷമേ ഉള്ളൂ, ഒരു വരദാനമാണ്. അതൊക്കെ ഇരിക്കട്ടെ. അപ്പം തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ അയച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു,
ഞാൻ പിന്നെ പത്രമാതിരൊന്ന് കേട്ടോ അച്ഛനൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടോ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാര്യം അപ്പുറത്ത് കൗമുദിയിൽ ബാലണ്ണ ഇരിപ്പുണ്ട് എന്ന് വെച്ചാൽ ബാലണ്ണനെ പോയി ഒന്ന് കാണും, കാര്യം പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് ജീവിതമാർഗ്ഗമല്ലേ അത് ചെന്ന് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടു കയറി ചെന്നുകൊണ്ട് അദ്ദേഹം എന്നെ ഇച്ചിരി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ആളത്തും വിദ്യം അടിക്കുന്ന ആളാണല്ലോ, അത് വിഷപ്പെട്ടിരിപ്പുണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു വാട്ട് ബ്രോട്ട് യു ഹിയർ എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ഉത്തരവ് കാണിച്ചു. അപ്പോൾ വാങ്ങിയിട്ട് പറഞ്ഞു ഗുഡ് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പേര് എൻ്റെ അടുത്ത് വന്നു, പക്ഷെ ഞാൻ ഐ ഡിഡ്ന്റ് റെക്കമെൻഡ് പോയി. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അത് നിങ്ങൾ എൻ്റെ കീഴിൽ ജോലി ചെയ്ത ആളാണ്, അത് ഞാനത് ശുപാർശ ചെയ്ത് പന്തികേടാണ്. എന്തായാലും എനിക്ക് ജോലി കിട്ടിയാമല്ലോ. അങ്ങനെ ഞാൻ ഇത്തിരി സെക്രട്ടേറിയറ്റിൽ വന്ന് സിറ്റി ഓഫീസ്, കേരള സിറ്റി ഓഫീസിൽ കയറി ജനറൽ സെക്രട്ടറി ജോയിൻ ചെയ്തത്. ഞാൻ നിങ്ങളുടെ കീഴിൽ വന്ന ആളാണ് ഞാൻ നിങ്ങൾ ജോലികളിൽ, അതുകൊണ്ടാണ് ഞാൻ റിക്കവർ ചെയ്യാത്ത കഥയല്ല. എനിക്ക് മുമ്പേ വേണുഗോപാൽ വേണുഗോപാൽ കേരളത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതിനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയുള്ള വിദ്യയായിരുന്നു അദ്ദേഹം എടുത്തത്. പക്ഷേ എന്തായാലും ഭരിച്ചില്ല, വിധി എനിക്കായിരുന്നു. അങ്ങനെ ഞാൻ കേരളത്തിൽ ജോയിൻ ചെയ്തു. വിജയ സാറിനോട് തന്നെ പത്തിരുന്നല്ലേ ഞാൻ ജോലി ചെയ്തു. അദ്ദേഹം കുറച്ചു കാലം ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പത്രപ്രവർത്തനം എന്നാൽ എന്താണെന്നുള്ളതും അതിൻ്റെ രീതി എന്താണെന്നുള്ളതും ഞാൻ വിജയനാഥ് സാറിൽ നിന്നാണ് പഠിച്ചത്. എൻ്റെ ക്ലാസ് എടുത്തതല്ല, അദ്ദേഹത്തിൻ്റെ രീതികളെല്ലാം കണ്ടാണ് പഠിച്ചത്. അങ്ങനെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ഞാൻ കേരളത്തിൽ കയറിയത്. 35 വർഷം ഞാൻ കേരളത്തിൽ ജോലി ചെയ്തു. 35 വർഷം കേരളത്തിൽ യാതൊരു കുറ്റവും കുറവും ഉണ്ടാക്കാതെ എല്ലാവർക്കും പിന്നെ സ്നേഹിക്കാൻ എന്നോട് സ്നേഹമായിരുന്നു. പത്രവാദികളുള്ള അന്ന് തിരുവനന്തപുരത്തുള്ള പത്രപ്രവർത്തകർക്കും കേരളത്തിലുള്ളവർക്കും എല്ലാവരും വലിയ സന്തോഷമായി ഇഷ്ടമായിരുന്നു. നിയമസഭ റിപ്പോർട്ടിങ്ങിന്റെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, എത്ര വർഷം നിയമസഭ? ഹലോ, കേരളത്തിലേക്ക് ഒന്ന് പറഞ്ഞല്ലോ. നിയമസഭ റിപ്പോർട്ടിങ്ങിന്റെ ആ കാലഘട്ടം ഒന്ന് പറയാമോ? 35 വർഷം ഞാൻ കേരളാവധിയിൽ ജനിച്ചതായിരുന്നു. ഒരു 10-12 കൊല്ലം അവിടുത്തെ ബ്യൂറോ ചീഫുമായിരുന്നു. അതെന്നെ സഹായിക്കാൻ ദൈവസഭ ഉള്ളപ്പോഴേ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളെ കൂടെ അയക്കും. ഞാൻ സാറ് ഡെസ്കിലായതുകൊണ്ട് പിന്നെ വന്നില്ല, വരാവില്ല. അങ്ങനെ വരുന്നവരെല്ലാം പിന്നെ ഒരു ദിവസം വന്നിരുന്ന് റിപ്പോർട്ട് ചെയ്യും. പക്ഷെ അതുകൊണ്ട് അവർക്ക് മതിയാവും, അവർ കുറച്ച് കളഞ്ഞിട്ട് പോകും. പിന്നെ ദൈവസഭ റിപ്പോർട്ട് മുഴുക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. 35 വർഷവും ഞാൻ തന്നെയാണ് ചെയ്തത്. അതിനകത്ത് കുറ്റവും കുറവുണ്ടാക്കിയ സാഹചര്യമില്ല. പിന്നെ അവലോകനം കൂടെ എഴുതണം. അതും കൂടെ ആകുമ്പോൾ പിന്നെ ഒരു നല്ല ഉയർച്ച നേടാൻ കഴിയും. പിന്നെ അനുഭവങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാനൊരു ദിവസം സിറ്റി ഓഫീസിൽ ഇരിക്കുമ്പോൾ, കേരളത്തിൽ സിറ്റി ഓഫീസിൽ ഇരിക്കുമ്പോൾ വളരെ പ്രാകൃതമായ ഒരു വേഷം കിട്ട ഒരു മനുഷ്യൻ അവിടെ കയറി വന്ന് എന്നെ തോന്നി പിടിച്ച്, ഞാൻ എന്താ സാർ, എൻ്റെ ഭാര്യയുടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ ഞാനെന്ത് വേണം, അല്ല അത് കണ്ണ് മാറിയാണ് ഓപ്പറേഷൻ നടത്തിയതാണ് ഞാൻ അറിഞ്ഞത്. എനിക്കാണെങ്കിൽ കയ്യിൽ കാശൊന്നുമില്ല, മരുന്ന് വാങ്ങിക്കാനും എടുക്കുമൊന്നുമില്ല. ആരെങ്കിലും മന്ത്രി ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ അത് വല്ല കാശും എല്ലാം കിട്ടണമെങ്കിൽ വാങ്ങാമായിരുന്നു. അപ്പം ഞാൻ കണ്ണ് മാറി, ആര് മാറിയത് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവളുടെ ഇടത്തെ കണ്ണ് വലത്തെ കണ്ണായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് പറയണു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 50 രൂപ എടുത്ത് അയാളെ കൊടുത്തിട്ട് പറഞ്ഞു, ഇയാൾ പോയി ഭാര്യയ്ക്ക് വല്ലതൊക്കെ വാങ്ങിച്ച് കൊടുക്ക്, ഞാൻ മന്ത്രിമാരെ കണ്ടു നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അന്വേഷിച്ചു സംഗതി ശരിയാണ്. അപ്പോൾ ശരിയാണ്, ഞാനത് റിപ്പോർട്ട് ചെയ്തു, കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. അത് ഒക്കെ പരിശോധനയായിരുന്നു. പിന്നെ ആരോഗ്യവകുപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് രാവിലെ ഈ വാർത്ത അന്ന് തന്നെ രാവിലെ ഒരു 9 മണിക്ക് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞ് പുരുഷോത്തമൻ സാറ്
ഒരു പത്രസമ്മേളനം വച്ചിരിക്കുകയാണ് ഞാൻ ഇത്ര മണിക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വസതിയിൽ അപ്പോഴും എൻ്റെ നെഞ്ചിടിപ്പ് മുടക്കി. ഞാൻ ഒരു വാർത്ത തെറ്റായി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്നതിനോട് ദുഃഖം എനിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അപ്പോൾ സാധാരണ ഞാൻ പുരുഷോത്തമ സാറിൻ്റെ പത്രസമ്മേളനത്തിൽ ഞാൻ ഫ്രണ്ട് റോയിൽ കയറിയിരിക്കുക. അന്ന് ഞാൻ ബാക്ക് റോയിലാണ് ഇരുന്നത്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ അല്ല പുരുഷോത്തമ സാർ കേരളവലി പത്രവും ആയിട്ട് കയറി വന്നിരുന്നു. അപ്പോൾ എന്താ KG പുറകരിക്കണേ എന്ന് ചോദിച്ചു. താമസിച്ച് പോയി എന്നൊക്കെ എല്ലാം പറഞ്ഞു. അങ്ങനെ എന്നിട്ട് പറഞ്ഞു ഇന്നത്തെ കേരളവലി പത്രത്തേകൾ എല്ലാവരും കണ്ടിരിക്കും. അതിനകത്ത് അദ്ദേഹം ആ വാർത്ത വായിച്ചു. വാർത്ത വായിച്ചിട്ട് ഇതിൻ്റെ പറഞ്ഞ് ഈ വാർത്ത 100% ശരിയാണ്. അത് ഒരു ലേഡി ഡോക്ടറാണ്, അവരുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒരു ലേഡി ഡോക്ടറാണ് അത് ഓപ്പറേറ്റ് ചെയ്തത്. ജില്ല കഠിന മറ്റേ കെട്ടാണ് ചെയ്തത്. ഞാൻ അതിനകത്ത് ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറി നടത്തി ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശരിയാണത്. അവസരം അപ്പോഴാണ് എനിക്ക് മനസ്സിൽ സമാധാനം വന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ സമ്മേളനങ്ങളെ അവിടെ നടക്കുന്ന സമയത്ത് ഇപ്പോ ഉള്ള രീതിയിലുള്ള എവിടെ നിയമസഭയുടെ അകത്ത് ഇപ്പോൾ ഉള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ അന്നത്തെ കാലത്ത്? ഏതിനകത്ത്? മുമ്പ് കാലത്ത് ഇപ്പോ നിയമസഭയിലെ കലുഷിതമായ സഭകൾ ഉണ്ടാവാറുണ്ടല്ലോ, അന്നുണ്ടോ? അന്ന് നിയമസഭ പൊതുവെ എൻ്റെ കാലത്ത് 35 വർഷത്തെ കാലത്ത് നിയമസഭ പ്രവർത്തനങ്ങൾ പൊതുവെ ശാന്തമാണെന്ന് പറയാം. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഒരു തവണ ഒരു സംഭവം ഉണ്ടായത് പിന്നെ അന്ന് ദാമോദരൻ പോറ്റിയാണ് സ്പീക്കർ. അപ്പോൾ ഒരു രാവിലെ ഒരു 10 മണിയായപ്പോൾ ഒരാൾ ഒരു CPMലെ ഒരു വ്യക്തി, ഒരു മെമ്പർ എണീറ്റ് ഒരു രക്ഷപ്പെട്ട് വെച്ചു. അതായത് സെക്രട്ടേറിയറ്റിന് വെളിയിൽ മറ്റോ ഒരു പ്രകടനം നടന്നു, അത് പോലീസ് ലാത്തി ചാർജ് ചെയ്തു എന്നുള്ള പറയാനാണ്. അപ്പോൾ ദാമോദരൻ പോറ്റി പറഞ്ഞ് വേറെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇടയ്ക്ക് കയറി ഇത് പറയാൻ പറ്റില്ല, പായിൻ്റെ ഫാറൊന്നും പറയാൻ പറ്റില്ല, ആര് വേറെ എഴുതി തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വളരെ കൃഷികാത്തട്ടായ ഒരു മെമ്പറാണ് അയാൾ. ഇത് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അയാൾ പുറത്തിറങ്ങി അയാൾ സഭയുടെ നടക്കുകളെ ഇങ്ങനെ സിദ്ധാന്തം വിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് പ്രതിപക്ഷത്തുള്ള കുറേ പേരും എഡിറ്റ് ചെയ്ത് മുദ്രാവാക്യം വിളിച്ചു. അപ്പോൾ സഭയൊക്കെ അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ സഭ ഒരുപാട് സ്തംഭിച്ചു പോലെ ഇരിക്കരുത്. അതിനെ പോയി വന്നപ്പോൾ അജീതിൻ്റെ 4-5 പേര് ചാടി ഡെസ്കിൽ കയറി സ്പീക്കറുടെ വേദിയിൽ കയറി വലിയ പരാക്രമങ്ങൾ കാണിച്ചു. സ്പീക്കറുടെ വേഷപ്പെടുന്ന പേപ്പർ വലിച്ചെറിയുക, മയക്ക് വലിച്ചൊടിക്കാൻ ശ്രമിക്കുക, അങ്ങനെ ബഹളമായി. എന്താണ് അതുവരെ സംഭവിക്കാത്തതും ഒരിക്കലും സംഭവിക്കില്ലെന്നുള്ള ആയ ഒരു സംഭവമാണ് അന്ന് ആ നിയമസഭയിലുണ്ടായത്. ആ നിയമസഭയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതാണ് ഒരു പ്രധാന സംഭവം. അങ്ങ് ജീവിതത്തില് ഒരുപാട് സംഭവങ്ങള് വ്യക്തികളെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതെ, അങ്ങനെയുള്ള സംഭവങ്ങളും വ്യക്തികളെയും ഇടപെട്ടിട്ടുള്ളവര് മന്ത്രിമാരെ പറ്റിയുള്ളതല്ലേ അല്ലേ? ഹലോ, ഓരോ മന്ത്രിമാരെ പറ്റി പറയാം. കേരളവതി വന്നതിന് ശേഷം, കേരളവതി റിപ്പോർട്ടറായിട്ട് ഞാൻ വന്നതിന് ശേഷം എനിക്ക് പലരെയും ബന്ധപ്പെടാൻ, പല രാഷ്ട്രീയത്തിൽ പലരുടെയും ഉയർച്ചയും താഴ്ചയും നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. പലരും മിടുക്കന്മാരായിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, നിയമസഭയിൽ ഒരു മരണം നടന്നത്
ഈ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാകാത്ത ഒരു സംഭവമായിരുന്നു. ഉം. കെ ടി ജോർജ് എന്ന് പറഞ്ഞൊരു പിന്നെ MLA ഉണ്ടായിരുന്നു. MLA അല്ല, അദ്ദേഹം അത് മന്ത്രി. നിയമസഭ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ അത് കോൺഗ്രസ്സുകാർ കൂടെ ചേരാൻ വേണ്ടി ഇവരുടെ ഒരു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധനകാര്യ മന്ത്രിയാക്കിയിരുന്നു. ഉം. അദ്ദേഹം നല്ല സരസനായ ഒരാളാണ്, വളരെ ആഭിജാത്യമുള്ള മനുഷ്യനാണ്. പിന്നെ ആരുമായിട്ട് ആവശ്യമില്ലാതെ ഒന്നും ഇടപെടാൻ പോവില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ പ്രസ് ക്ലബ്ബ് അല്ല, സീറോ ഹവറിൽ ഞങ്ങൾ അവിടുത്തെ ഉള്ള ക്യാൻറ്റീനുണ്ട്, ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ പോകും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഹിന്ദുവിലെ കറസ്പോണ്ടായിരുന്ന കൃഷ്ണമൂർത്തിയുമായിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചിട്ട് വരുമ്പോൾ ദൈവസഭയുടെ പുറന്തളത്തിൽ ഒരു ചെറിയ ആൾക്കൂട്ടം നോക്കിയപ്പോഴേ കെ ടി ജോർജ് സാറ് ഓരോ തമാശ പറയാണ്, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ സീറോ ഹവറാണ്. അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ട് സാറ് ഞങ്ങളെ നോക്കിയിട്ട് അത് ചായപ്പാനം ചെയ്തിട്ട് വരികയാണോ? ഞങ്ങൾ അതേ സാറിന് പറഞ്ഞു. അങ്ങനെ അവിടെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വാച്ച് നോക്കിയിട്ട് പറഞ്ഞു, അകത്ത് പോകാൻ സമയമായി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിട്ട് അതെ പോകാൻ സമയമായി. അപ്പോൾ അദ്ദേഹം സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ പോകാൻ സമയമായി, ഇങ്ങനെ അവസാനത്തെ വരിയോട് വലിച്ചോട്ടെ എന്ന് പറഞ്ഞു സിഗരറ്റ് ഇങ്ങനെ 2 പറ്റർ വലിച്ചിട്ട് കളഞ്ഞിട്ട് അത് കയറിപ്പോയി ചെന്നൊരു ഞങ്ങളും പുറകെ പോയി ഞങ്ങളുടെ സീറ്റിലേക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രമേയോ എന്തോ അവതരിപ്പിക്കാനായിട്ട് സ്പീക്കർ വിളിക്കുന്നു. ഇദ്ദേഹം എണീറ്റ് ബില്ല് അവതരിപ്പിച്ചിട്ട് ബില്ലിൻ്റെ വിശദീകരണം വായിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ശബ്ദം തെളിച്ചു. ഞങ്ങൾ നോക്കിയപ്പോൾ കാണാം കെ ടി ജോർജ് ഉദ്യോഗസ്ഥർ മേശപ്പുറത്ത് വേണ്ടി കവന്നങ്ങ് വീഴുകയായിരുന്നു. അവിടെ തന്നെ സഭ സ്തംഭിച്ചു പോയി. എല്ലാവരും അവിടെ ഡ്യൂട്ടി ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞ സെറിബ്രൽ ഹെമറേജാണ്, ഇപ്പം തന്നെ അഡ്മിറ്റ് ചെയ്യണം ആശുപത്രിയിൽ. അങ്ങനെ അപ്പം തന്നെ സഭ നിർത്തി വെച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് 2 മണിയായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് വിഷമുണ്ട്. പോകാൻ സമയമായി ഞാൻ പറയും അദ്ദേഹം അതെ പോകാൻ സമയമായി, ഞാൻ അവസാനം ധരിച്ചോട്ടെ എന്ന് പറഞ്ഞ് തീർത്ത് കഴിയുന്നത് ഒരു അറം പറ്റിയ പോലെ ആയിപ്പോയല്ലോ എന്നൊരു ദുഃഖം എനിക്ക് ഇന്ന് ഈ വിഷയം പറയുമ്പോഴുണ്ട് ഉള്ളതാണ്. അതിങ്ങനെ 2 സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മന്ത്രിമാരുടെ എനിക്ക് നല്ല ബന്ധമായിരുന്നു. മന്ത്രിസഭ ക്യാബിനറ്റ് കഴിഞ്ഞാൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ അത് ബ്രീഫ് ചെയ്യും, പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയും. അതിൽ ചിലർ പറയില്ല എന്നുള്ളവരുണ്ട്. കന്നാര സാറാണ് ഒന്ന്. കന്നാര സാറിന് വന്നിരുന്ന തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദ്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടാകും. ചോദിക്കുമ്പോഴും അദ്ദേഹം മറുപടി പറയാൻ വിഷമുള്ള ചോദ്യമാണെങ്കിൽ അതൊക്കെ കണ്ണിറുകി കാണിക്കും, എന്നിട്ട് വേറെ വല്ല കാര്യങ്ങളും പറയും. അവരത് പിന്നെ ഡയനാർ മുഖ്യമന്ത്രി ആയിരുന്നു കുറേ കാലം. വലിയ തമാശക്കാരനാണ്. പിന്നെ ഒരു ദിവസം പിന്നെ കോട്ടയത്തെ ഒരു അമ്പലത്തിൽ വിഗ്രഹം ആരോ മോഷിക്കൊണ്ട് പോയി. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞത് തെറ്റായപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് കാണിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആരാധന ഒരാൾ ചോദിച്ചു, പത്രക്കാരിൽ പറഞ്ഞു അത് അമ്പലം വലിയ സ്ഥലം, അവിടെ ഒരു പോലീസുകാരെ ഇടാൻ പാടില്ലേ കഴിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഇന്ത്യയെ എടുത്ത വാക്കിൽ ഭഗവാൻ എന്തിനാണോ പാറാവ്? വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം. ഭഗവാൻ എന്തിനാണോ പാറാവ്? ഭഗവാൻ വിചാരിച്ചപ്പോൾ കള്ള അവിടെ നിന്ന് പോകില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് അത്. അങ്ങനെ അതുപോലെ സി മഹമ്മൂദ് പോയി വലിയ തമാശക്കാരനാണ്. അദ്ദേഹം ഒരു ദിവസം പിന്നെ ലണ്ടനിലെ മറ്റോ പോയിട്ട് ഒരു പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വിമാനത്താവളത്തിൽ പോയി ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ പത്രക്കാരൻ കൂടെ ഉണ്ടായിരുന്നു. കൂടെ വരുമ്പോൾ അന്ന് പോസ്റ്റർ കണ്ടു. മണ്ടന്മാർ ലണ്ടനിൽ എന്നൊരു സിനിമയുടെ പോസ്റ്റർ കണ്ടു. അപ്പോൾ ഇങ്ങനെ കുറേ നോക്കിയിട്ട് അപ്പോൾ ഞങ്ങളിൽ ഒരാൾ ഞാൻ ലണ്ടനിൽ പോയി അവരെങ്ങനെ ഇത്ര പെട്ടെന്ന് അറിഞ്ഞത്, അത് കൊള്ളാമല്ലേ. അങ്ങനെ ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ല ഒരു ജീവിതമായിരുന്നു എനിക്ക് ദൈവസഭയുടെ 35 വർഷത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു.
അങ്ങ് ഉള്ളപ്പോഴാണോ PT ചാക്കോയുടെ സംഭവം ചാക്കോ ഉണ്ടാകുന്നത്? ചാക്കോയുടെ എന്താ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പിന്നീട് നല്ലൊരു മന്ത്രിയായിരുന്നു. ആ, അദ്ദേഹത്തിന് പിന്നെ രാജിവെച്ച് പോകേണ്ടി ചാക്കോ വന്ന ഒരു സംഭവം. ചാക്കോ അത് പിന്നെ ചാക്കോ എന്ന് പറഞ്ഞോട്ടെ. ഉം. PT ചാക്കോയുടെ കാര്യമാണ് ചോദിച്ചത് ഇപ്പോൾ. അതെ അതെ, PT ചാക്കോ അദ്ദേഹം PT ചാക്കോയുടെ രാജി, അദ്ദേഹത്തിന്റെ ഹാർട്ട് അറ്റാക്ക് വന്നുള്ള മരണം. പിന്നീട് 2 വർഷത്തിന് ശേഷം അദ്ദേഹം മരിക്കുകയും ചെയ്തല്ലോ. അന്ന് കാലത്ത് അതുപോലെ തന്നെ വേറൊരു ദുഃഖവാർത്ത എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായത്. അത് ഹോം ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോ ഒരു അസംബ്ലി നിയമസഭ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ ഒരു വിശ്രമിക്കാനായി പീച്ചിയിലേക്ക് പോയി. പീച്ചിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ വണ്ടി ഒരു ചക്ര വണ്ടിയിൽ വെച്ചോ തട്ടി അത് ഒടിയോ എന്തോ ചെയ്തു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ് അത് വലിയ ആളുകൾ കണ്ടത് വലിയ ദുരാരോപണമായി. അത് ഏതോ ഒരു കോൺഗ്രസ്സുകാരി പീച്ചിലേക്ക് സൂചിക്കാൻ കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞ വളരെ പ്രക്ഷോഭണം ഉണ്ടായി. അപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിന് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്രശ്നത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ സെക്രട്ടേറിയറ്റ് നിയമസഭയുടെ പുറത്ത് സത്യാഗ്രഹം ഇരുന്നു. അദ്ദേഹം പറഞ്ഞ് PT ചാക്കോ പാർട്ടിയല്ലാതെ ഞാൻ എൻ്റെ സത്യാഗ്രഹം പഞ്ചാക്കില്ല കൊടുക്കാം. അങ്ങനെ എന്തായാലും അദ്ദേഹം അത് സ്വീകരിച്ചുകൊണ്ട് രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. അതൊരു അദ്ദേഹം അത് കഴിഞ്ഞ് രാജിവെച്ച് പോയി. അപ്പോൾ പിന്നെ ഈ രാജിവെച്ച് പോയി കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് അസുഖം വന്നതും ഏതൊരു തോട്ടത്തിൽ പോയി അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയൊക്കെ ചെയ്തത്. അത് ആ സംഭവം കോൺഗ്രസ്സിനകത്തൊരു പിളർപ്പും ഒരു വേറൊരു ഗ്രൂപ്പും ഉണ്ടാകാൻ സാധിച്ചു. അവരാണ് ഈ കേരള കോൺഗ്രസ് എന്ന ഗ്രൂപ്പ് വന്നത്. അങ്ങനെയാണ് അതൊരുപാട് സംഭവം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ TV തോമസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അങ്ങ് നിയമസഭ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? TV തോമസ്, ഗൗരിയമ്മ ഓർമ്മയില്ല. രണ്ടാം EMS മന്ത്രിസഭയുടെ കാലത്തൊക്കെ അങ്ങുണ്ടല്ലോ സജീവമായിട്ട് റിപ്പോർട്ടിങ്ങില്. EMS മന്ത്രിസഭയുടെ കാലത്ത്, രണ്ടാമത്തെ EMS മന്ത്രിസഭയുടെ കാലത്ത് ഡേറ്റ് ഇപ്പോൾ ഓർമ്മയില്ല. അതും മറന്നുപോയി. അപ്പോൾ ഇത് അനുബന്ധിച്ച് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ കാണാപ്പുറം എന്നൊരു രാഷ്ട്രീയ കോളം എഴുതിയിരുന്നല്ലോ ഒത്തിരി കാലം കേരള മന്ത്രിയിൽ. ആദ്യമായിട്ടൊരു മന്ത്രിസഭ വരുന്നത് EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരുന്നു. അത് സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കിയിട്ടായിരുന്നു. സപ്തകക്ഷി മുന്നണി എന്ന് പറയുമ്പോൾ CPM, CPI, കേരള കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു, പിന്നെ മത്തായി മാഞ്ഞൂരാന്റെ KSP ഒക്കെ ഉണ്ടായിരുന്നല്ലോ. KSP ഉണ്ടായിരുന്നു, ATP ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതിന് സപ്തകക്ഷി മന്ത്രിസഭ. ആ മന്ത്രിസഭയുടെ ഇലക്ഷനിൽ ഭയങ്കരമായിട്ട് ഭൂരിപക്ഷത്തോട് ജയിച്ചു വന്നിട്ട് അത് തന്നെ ജയം അറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് EMSന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് വഴി പിന്നെ കോട്ടയ്ക്കകത്ത് ഒരു പ്രകടനം നടത്തി. അവിടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, സപ്തകക്ഷി മുന്നണി മന്ത്രിസഭയാണ് അധികാരത്തിൽ വരുന്നത്. കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ മന്ത്രിസഭയെയും ഈ മുന്നണിയെയും ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് വന്നത്. പക്ഷേ 10-30 മാസം കഴിഞ്ഞപ്പോൾ കൃഷ്ണമണി ഇല്ലാതായി എന്ന് തന്നെ പറയണം. മന്ത്രിസഭയ്ക്കകത്ത് ആന്തരികമായ വഴക്ക് ഉണ്ടായി, പരസ്പരം വഴക്കുണ്ടാകുകയും കുറ്റങ്ങൾ പറയുകയും, ഒരു മന്ത്രിക്കെതിരായിട്ട് വേറൊരു മന്ത്രി ശ്വാസപ്രമേയത്തിൽ നോട്ടീസ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ഒരു പരസ്പരം ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു മന്ത്രിസഭയ്ക്കകത്തില്ല.
അങ്ങനെ ഇന്നിപ്പോൾ നിൽക്കാൻ നിവൃത്തിയില്ലാതെ മന്ത്രിസഭ നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ മന്ത്രിസഭ കളയേണ്ടി വന്നു. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ചേട്ടനത് ഈ കോളം എഴുതാൻ ആരംഭിച്ചതെന്നാണ് ഈ കാണാപ്പുറം എന്ന കോളം കേരള കൗമുദിയിൽ എഴുതാൻ ആരംഭിച്ചതിന്റെ പശ്ചാത്തലം കൂടി പറയും. സാർ ഈ സാർ ചോദിച്ചത് ഈ കോളം എഴുതാനുള്ള പശ്ചാത്തലം എന്തായിരുന്നു? കോളം എഴുതിയില്ലേ കൗമുദിയില്? കാണാപ്പുറം കോളം എഴുതിയില്ലേ? കാണാപ്പുറം അത് എഴുതിയത് എങ്ങനെയാണ്? ഞാൻ എഴുതുമായിരുന്നു. അത് ആര് പറഞ്ഞിട്ടാണ്? എങ്ങനെയാ തുടങ്ങിയത്? കാണാപ്പുറം തുടങ്ങിയത് എങ്ങനെയാ? കാണാപ്പുറം ഞാൻ ഓർക്കുന്നുണ്ടോ? മണിസാറ് പറഞ്ഞിട്ടാണോ? മണിസാറാണോ? മണിസാറ് ആര് പറഞ്ഞിട്ടാ തുടങ്ങിയത് കോളം? ആരോഗ്യത് MS മണിസാറേ. അത് ഓർക്കുന്നില്ല തോന്നല്ലേ? ഞാൻ എഴുതിയത് തുറക്കം ഞാൻ ഓർക്കുന്നില്ല. അതാണ്. എത്ര കാലം ഉണ്ടായിരുന്നു ഈ കോളം? കാണാപ്പുറം ഞാൻ പിരിഞ്ഞു പോകുന്നവരുണ്ടായിരുന്നു. ആണോ? ശരി. എന്താണ് വിഷയം? അന്നത്തെ രാഷ്ട്രീയമായ രാഷ്ട്രീയ സംഭവ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു നിഗമനം, അതിൻ്റെ പഴയ കാര്യമുണ്ടെങ്കിൽ അതെല്ലാം വെച്ചിട്ടാണ് എഴുതുന്നത്. അതിന് ആദ്യം കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നിയിട്ട് ആണ് എൻ്റെ ഒരു പേര് കൊടുത്തത്, കാണാപ്പുറം എന്ന് പേര് കൊടുത്തത്. അതിപ്പോൾ ഒരു രാഷ്ട്രീയ ഡെവലപ്മെൻറ്റ്സ് സംഭവ വികാസം നടന്നു. അപ്പോൾ അതിൻ്റെ കാരണം വന്ന് അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, അതങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് എഴുതുന്നത്. അതാണ് കാണാപ്പുറം എന്നുള്ളത് കൊടുത്തത്. അതുപോലെ ഈ 1960-കളുടെ ആദ്യം മുതൽ കേരളം റിട്ടയർ ചെയ്തതിനു ശേഷം ഹലോ സാർ പറയുന്നുണ്ട്. കേൾക്കുന്നില്ല. ഇതിനു ശേഷം കേരള ശബ്ദത്തിൽ എഴുതുമായിരുന്നു. കേരള ശബ്ദത്തിൽ ഇതുപോലെ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു എഴുതാൻ ഈ വിഷയങ്ങളിൽ. അതുപോലെ അതുകൊണ്ട് അവർ ഈ കാണാപ്പുറം അവരുപയോഗിച്ചു അതാണ്. ഞാൻ എൻ്റെ ഒരു ഊഹമാണെങ്കിൽ 12 കൊല്ലം ഇതിൽ വർക്ക് ചെയ്തു. എൻ്റെ പേരെന്തോ കേരള ശബ്ദത്തിൽ കാണാപ്പുറം കോളം എഴുതി അല്ലേ? ലേഖനങ്ങൾ ഞാൻ ഇല്ല, പുസ്തകം ആക്കിയിട്ടില്ല, ലേഖനങ്ങൾ എഴുതി. അതേപോലെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഞാൻ നേരത്തെ ഹലോ ചോദിക്കാം സാർ. ഞാൻ കാര്യം മൈക്ക് കുറച്ചും കൂടെ അടുത്ത് അദ്ദേഹത്തിന് പറയുന്ന അവസാനം പറഞ്ഞ് കേട്ടില്ല. ഈ 1960-കളുടെ അവസാനം മുതൽ പറയട്ടെ. കേരള ശബ്ദത്തിൽ എഴുതാൻ കാരണം ഞാൻ കേരളം റിട്ടയർ ചെയ്തതിന് ശേഷം കുറച്ചു കാലം വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തറിഞ്ഞുകൊണ്ട് അന്ന് RSPക്കാരുടെ ഒരു മുഖപത്രമുണ്ടായിരുന്നു. അതിൻ്റെ എഡിറ്റർ ഒരു ചന്ദ്രചൂടനാണോ? ചന്ദ്രചൂടായിരുന്നു അതിൻ്റെ എഡിറ്റർ. അപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് കേരളത്തിൽ ഇത്ര കൊല്ലം തോന്നുന്നതുകൊണ്ട് പോരാടിക്കാൻ നോക്കില്ല. റിട്ടയർ ചെയ്തിട്ട് എനിക്കിപ്പം ചന്ദ്രചൂടൻ്റെ ഫോൺ വന്നു, അത്യാവശ്യമായിട്ട് എൻ്റെ ഓഫീസിലൊന്ന് വരണം എന്ന് പറഞ്ഞു. എനിക്ക് വരാമെന്ന് പറഞ്ഞു. ഞാൻ അത് വെറുതെ ഇരിക്കുകയാണ്. അവിടെ ചെന്നുകൊണ്ട് എന്നെ പറഞ്ഞ് പ്രവാഹം എന്താണ് അവരുടെ പ്രവാഹത്തിന് ജോലി ആരുമില്ല, പ്രവാഹത്തിൻ്റെ ഇതിൻ്റെ എഡിറ്റോറിയൽ സൈഡ് ഏറ്റെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ജൂണോ ജൂലൈയിലോ ആയിട്ടാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ പ്രയാസമുണ്ട്, ഞാനൊരു മാസം കൂടെ കഴിഞ്ഞോട്ടെ. അങ്ങനെയാണ് ഞാൻ അത് ഞാൻ ചെന്നു. എന്നിട്ട് അതെനിക്കൊരു കേരളം ഇരിക്കുമ്പോൾ തന്നെ ഒരു നല്ല സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ചന്ദ്രനോട് വന്നാലും നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതിനോട് പൊളിറ്റിക്കൽ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതുമ്പോൾ എൻ്റെ കൂടെ ഇരുന്നു. ഞാൻ കൂടെ തിരുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഉച്ചയ്ക്ക് ഇവിടുന്ന് ഞാൻ ആഹാരം കൊണ്ടുള്ള ഓടി ഇഡ്ഡലിയോ ചോറൊക്കെ കൊണ്ടുള്ള ഇഡ്ഡലിയും കൊണ്ടാണ് പോകുന്നത്. അത് ചിലപ്പോൾ അങ്ങേരെ അവിടെ വന്നിരുന്നുള്ളൂ, വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നുള്ളൂ നേരത്തെ വരികയാണെങ്കിൽ. അപ്പോൾ ഞാൻ ചെന്നിരുന്ന് കുറച്ച് കഴിയുമ്പോൾ കേജി ഇത് ചോറ് കൊണ്ടുവരണ്ട എന്ന് പറയും. എന്ത് കാര്യം എന്തോന്ന്, ഉച്ചയ്ക്ക് അങ്ങേരെ കൊണ്ടുവരും ചോറ് ഇന്ന് എനിക്ക് കൊണ്ടുതരും. അത് നല്ല രുചിയെ കൂട്ടാനൊക്കെ എളുപ്പമായി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒടുവിലായപ്പോൾ അങ്ങേർക്ക് വളരെ അവശനായിപ്പോയി. ഞാൻ പോന്നു, വളരെ അവശനായിപ്പോയി. അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടങ്ങൾ വളരെ കഷ്ടമായിരുന്നു, വളരെ കഷ്ടമായിരുന്നു. അല്ല അല്ല ചേട്ടാ, അത് ആദ്യം ആരംഭിച്ചത് കൗമുദി, ഏറ്റവും അവസാനം RSPയുടെ മുഖപത്രമായ പ്രവാഹം. ഈ കൗമുദിയും RSPയുമായി ബന്ധമുള്ള പ്രസ്ഥാനമായിരുന്നല്ലോ. അപ്പോൾ ഈ രാഷ്ട്രീയപരമായി RSPയോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു അക്കാലത്ത്? അല്ല, രാഷ്ട്രീയപരമായിട്ട് RSPയോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു സാറിന്? അതല്ലേ സാർ ചോദിച്ചത്? അതെ അതെ അതെ. രാഷ്ട്രീയപരമായി ആഭിമുഖ്യം ഉണ്ടായിരുന്നോ RSPയോട്? രാഷ്ട്രീയമായി എനിക്ക് RSPയോട് നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ എനിക്ക് RSPയോട് എനിക്കൊരു ചെറിയ മമത ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം അതിലെ നേതാക്കന്മാർ കുറെ കൂടെ സത്യസന്ധരും വിശാല മനസ്കരമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്, ഇത്രയേ ഉള്ളൂ. അത് എനിക്ക് ദോഷം ചെയ്തിട്ടില്ല, അവർക്കും ദോഷം ചെയ്തിട്ടില്ല. ഓർമ്മിച്ച് ഇനി ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ? അത് ഹേമ, അത് കേൾക്കണം. ഞാൻ എഴുതി കൊടുക്കാം. അത് 1960കളുടെ അവസാനം കേരളകൗമുദിയിൽ മറ്റൊരു പത്രവും ചെയ്യാത്ത രീതിയിൽ നിയമസഭാ അവലോകനങ്ങൾ വരുമ്പോൾ MLAമാരുടെ പടങ്ങൾ സഹിതമാണ് അന്ന് വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അല്ല, അന്ന് വാർത്തകളും അവലോകനങ്ങളും കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിൽ, അല്ലേ? അത് ചേട്ടാ ഓർക്കുന്നുണ്ടോ അത്? ഹലോ, ചോദിക്കുന്നുണ്ട്. ഹലോ, അദ്ദേഹത്തിന് ചോദ്യം കിട്ടിയോ? എന്തോ ചോദ്യം അദ്ദേഹം നോക്കുന്നു. ചോദ്യം നോക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് നേരിട്ട് ചോദിക്കുമ്പോൾ കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു ഡിലേ ഉണ്ടാകുന്നത്. അദ്ദേഹം ഉത്തരം പറയും ഇപ്പം. അദ്ദേഹത്തിന് ചോദ്യം മനസ്സിലായി കാണും, അല്ലേ? ഹലോ ഹലോ സർ, അദ്ദേഹം ആ ചോദ്യം മറുപടി പറയുന്നേ വാർത്തകളുടെ കൂടെ കൊടുക്കാറുണ്ടോ? വാർത്തകളുടെ കൂടെ പടങ്ങൾ MLAമാരുടെ പടങ്ങളൊക്കെ അന്ന് കൊടുക്കാറില്ല. MLAമാരുടെ പ്രസംഗങ്ങളെ ഇന്നിപ്പോൾ വാർത്തകൾ വരുന്നത് എല്ലാ പത്രങ്ങളും വാർത്തകൾ വരുമ്പോൾ നല്ല വാർത്തയാണെങ്കിൽ എൻ്റെ കൂടെ MLAയുടെ ഫോട്ടോയും കൊടുക്കും. പക്ഷെ അതൊരു പുതിയ മാറ്റമാണ്. ഞാൻ നിയമസഭ റിപ്പോർട്ടിങ്ങിൻ്റെ കാലത്ത് ഞാൻ കേരളത്തിൽ ഇരിക്കുന്ന കാലത്ത് അങ്ങനെ ഫോട്ടോ കൊടുക്കുന്ന പതിവില്ല. വാർത്തകൾ നല്ല വാർത്തകളാണെങ്കിൽ കൊടുക്കും, അല്ലാതെ അല്ല ഫോട്ടോ കൊടുക്കുന്ന പതിവില്ല. നല്ല വാർത്തകളാണെങ്കിൽ വയലൻ കിട്ടും ചിലപ്പോൾ എന്നുള്ളതേ ഉള്ളൂ. MLAമാരുടെ പടങ്ങൾ, സംസാരിക്കുന്ന MLAമാരുടെ ഫോട്ടോകൾ കേരളമതിയിലെ തുടരാനും പത്രപ്രവർത്തനത്തിൽ വിജയിക്കാൻ 2 പേരാണ് എനിക്ക് പരോക്ഷമായി സഹായിച്ചിട്ടുള്ളത്. ഒന്ന് വിജയനാഥ് സാറ്, അദ്ദേഹമാണെങ്കിൽ വാർഡ് പോലെ ജോലി ചെയ്യും, അതുപോലെ കൂടെ നിൽക്കുന്നതിന് ജോലി ചെയ്യും. ഒരു ദിവസം സർക്കാർ ജീവനക്കാർ പണിമുടക്കിയിരുന്നു. ഈ പപ്പനാവൻ ഇതായിരിക്കുമ്പോൾ പണിമുടക്കിയിരുന്ന് 52 ദിവസമായിട്ടോ സത്യാഗ്രഹം തുടർന്നു. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ തമ്പാനിലോ ഒരു പ്രതിഷേധ മീറ്റിങ്ങാണ്. ഇത് ഞാൻ പോയി കവർ ചെയ്യണം. വിജയനാഥ് സാർ പറയുമ്പോൾ KG പോയി കവർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ട് VT വർഗീസായിരുന്നു. അയാൾ പോവില്ല, അതുകൊണ്ട് KG പോയാൽ മതി. അത് 50 ദിവസമായിട്ട് ഇരുന്നു സത്യാഗ്രഹം, പണിമുടക്ക്. അങ്ങനെ ഇപ്പോൾ ഞാൻ
അപ്പോൾ എന്നും പ്രസംഗിക്കുന്നത് മിക്കവാറും EMS ആയിരിക്കും പ്രസംഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാനങ്ങ് മടുത്തു. ഈ 5-6 ഇത്രയും ദിവസം കൂടെ ഞാൻ ഇതിൽ പോയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പിന്നെ ഇതിനെയും എനിക്കത് എല്ലാം EMS ആണ്, ഇന്ന് EMS തന്നെ പറഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞു അതൊന്നും അറിയണ്ട പോകണം, അദ്ദേഹം വല്ലതും പറഞ്ഞൊക്കെ കൊടുക്കണം പോകുന്നത് നിർബന്ധിക്കും. ആ രീതിയിൽ മാടുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വന്നു. അതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുമുണ്ട് എന്നാണ്. പിന്നെ മണി MS മണി സാറും വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നെ. സാറ് ചോദിച്ച ചോദ്യം എന്താണെന്ന് ക്ലിയർ ആയില്ല. അദ്ദേഹത്തിന് ചിലത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സാരമില്ല, നമുക്ക് അടുത്ത ചോദ്യം കൂടെ ചോദിക്കാം. നേരത്തെ എഴുതി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എങ്കിലും ഈ AK ആന്റണി, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം ചിക്കമംഗളൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് കോൺഗ്രസ് പിന്തുണ നൽകുന്നതിൽ പ്രതിഷേധിച്ച് പെട്ടെന്ന് രാജിവെക്കുന്ന വലിയൊരു നാടകീയ മുഹൂർത്തത്തിന് അങ്ങ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടല്ലോ. അതേക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഹേമ, ചോദ്യം അദ്ദേഹം കേട്ടില്ലെങ്കിൽ ആവർത്തിച്ച് ചോദിച്ചാൽ മതി. ചിക്മംഗ്ലൂർ ഇലക്ഷനിലെ ഇന്ദിരക്കെതിരെ അല്ലേ ആന്റണി, AK ആന്റണി ഇന്ദിരയ്ക്കെതിരല്ല, ഇന്ദിരയ്ക്ക് പിന്തുണ കൊടുക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിൽ പ്രതിഷേധിച്ച് AK ആന്റണി നാടകീയമായി രാജിവെച്ചു. അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ. ഹലോ, ചോദിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്, അതാണ്. ചോദിച്ചാൽ മതി. റിപ്പീറ്റ് ചെയ്ത് അദ്ദേഹത്തെ കേൾക്കാൻ ശകലം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നതും ചോദ്യം ആവർത്തിക്കേണ്ടി വരുന്നത്. ഹലോ, അദ്ദേഹത്തിന് ആ ചോദ്യം അദ്ദേഹം കേട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഹലോ, അദ്ദേഹം ചോദ്യത്തിന് മറുപടി പറയും. അതിനു മുൻപ് മറ്റൊരു കാര്യം, 35 വർഷത്തെ കേരളത്തിൽ പ്രവർത്തന കാലത്തിനിടയിൽ ഒരു രാഷ്ട്രപതിയിൽ നിന്നും ഒരു അവാർഡിനെ പറ്റിയുള്ള ഒരു സാധനമൊക്കെ വായിക്കാൻ എനിക്കും എന്നോട് എല്ലാ ആൾക്കാർക്കും പറ്റും. അതായത് കേരളത്തിൽ നിയമസഭ ഏറ്റവും കൂടുതൽ കാലം റിപ്പോർട്ട് ചെയ്തവർക്ക് ആയിരുന്നു ആ പുരസ്കാരം. അത് അന്ന് തന്നത് KR നാരായണനായിരുന്നു. രാഷ്ട്രപതി ആയിരിക്കുന്നത്, രാഷ്ട്രപതി കഴിഞ്ഞ് വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ ചിക്മംഗ്ലൂർ ഇലക്ഷന് ആന്റണി രാജിവെക്കാനുണ്ടായ സാഹചര്യം, അടിയന്തരാവസ്ഥ വന്നതോടുകൂടി കോൺഗ്രസിനകത്ത് ഒരു ഭിന്നിപ്പിൻ്റെ ലാഞ്ചനം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. അതിൽ ആന്റണി ഇതിനോട് യോജിച്ചില്ല, അടിയന്തരാവസ്ഥയോട് യോജിച്ചില്ല. അദ്ദേഹം ഒട്ടു നിൽക്കുകയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഏതോ ഒരു കന്നാരൻ്റെ രാജ്യം തന്നെ മൂലം ഇദ്ദേഹമായിരുന്നു മന്ത്രിയായിരുന്നത്. അങ്ങനെ മന്ത്രിയായിരുന്ന അവസരത്തിൽ അദ്ദേഹം അവിടെ രാജഭവനടുത്തുള്ള ഒരു കെട്ടിടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ്, അതിൻ്റെ വീട്. അങ്ങനെ ഒരു ദിവസം അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഇലക്ഷൻ നടക്കായിരുന്നു. ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു. ചിക്കമംഗളൂരിലെ ഇലക്ഷനായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഓഫീസിലിരിക്കുമ്പോൾ ആന്റണി വിളിച്ച് എല്ലാവരും എൻ്റെ വീട്ടിലൊന്ന് വരണം, പത്രക്കാരെല്ലാവരും. ഞങ്ങളെല്ലാം അവിടെ ചെന്നപ്പോൾ പിന്നെ ഒരു മുറി ഇരിക്കാൻ പറഞ്ഞു. വളരെ ക്ഷുഭിതനായിട്ട് അകത്തോട്ട് പോയി. എന്തെങ്കിലും പറയാനുണ്ട് ഞാൻ പറയാം. ദേഷ്യത്തിലൊക്കെ പോയി അകത്ത് ചെന്ന് സംഭവിക്കുക വെച്ചാൽ ഇദ്ദേഹം രാജിവെക്കാനാണ് തീരുമാനിക്കുന്നത്. ഒരു മന്ത്രിസഭാ യോഗം കൂടി അത് അറിയിക്കണല്ലോ. യോഗം കൂടി രാജിവെക്കാൻ തീരുമാനം കഴിഞ്ഞിട്ട് അദ്ദേഹം അത് ഞങ്ങളോട് പത്രക്കാരോട് പറയാൻ വേണ്ടിയാണ് വന്നു. അന്ന അവസരത്തിൽ പലരും ഇടയ്ക്ക് കയറി പിടിക്കും, അതങ്ങനെ തട്ടിക്കളഞ്ഞ്, വളരെ ക്ഷുഭിതനായിട്ട് തട്ടിക്കളഞ്ഞ്. പിന്നെ എനിക്ക് ബാലകൃഷ്ണൻ്റെ ഉടുപ്പി പിടിച്ച് അതങ്ങനെ കയ്യെ തട്ടിക്കളഞ്ഞ്. വേറെ വരദരാജൻ നേരം ഉണ്ടായിരുന്നു, അന്നത്തെ പ്രസിഡന്റ്.
അങ്ങനെ ഒരു സാധനം അങ്ങനെയെല്ലാം തട്ടിക്കളഞ്ഞ ക്ഷുഭിതനായിട്ടാണ് ഞങ്ങൾ നേരെ അസ്ത്രം വിട്ട് ഓരോന്ന് ഞങ്ങളുടെ മുമ്പ് ഇരുന്നിട്ട് അദ്ദേഹം സംഭവം പറഞ്ഞു, ഇങ്ങനെയാണ് ഇത് ശരിയല്ല, ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാജിവെപ്പ് പത്രസമ്മേളനം കവർ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അത് ചരിത്രത്തെ മാറ്റിമറിച്ച രാജിയായിരുന്നല്ലോ. AK ആന്റണിയുടെ ചരിത്രത്തെ മാറ്റിയ രാജ്യല്ലേ, രാജിയായിരുന്നല്ലോ. ചരിത്രത്തെ മാറ്റിയ രാജ്യം. അതെ. ഹലോ. അങ്ങനെ ആന്റണിയുടെ രാജി ചരിത്രത്തെ മാറ്റിയ രാജിയാണെന്നാണ് ഈ പറയാം. അതിനുശേഷം പല ആന്റണി കരുണാകരന് പകരം ആന്റണി മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അത് അവർ തമ്മിൽ തന്നെ ഒരു അസ്വാരസ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊന്നും സംഭവമുള്ളത്, നിയമസഭയിലെ സ്പീക്കറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു സ്വരച്ചേർച്ചയില്ലാത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അന്ന് സ്പീക്കറ് അതോ VM സുധീരനല്ലേ? സുധീരൻ സ്പീക്കറായിരുന്നു. അപ്പോൾ അന്ന് ഈ ഓർഡിനൻസ് ഇറക്കും. ഒരു നിയമസഭ ഇല്ലാതിരിക്കുമ്പോൾ നിയമപ്രാബല്യമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ആണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഓർഡിനൻസ് 6 മാസത്തിനകത്ത്, നിയമസഭ എല്ലാം 6 മാസത്തേക്ക് നിയമസഭ കൂട്ടണമല്ലോ, അതുകൊണ്ട് 6 മാസത്തിനകത്ത് ഈ ഓർഡിനൻസിൻ്റെ പകരമുള്ള നിയമം കൊണ്ടുവരണം എന്നുണ്ട്. അതുപോലെ തന്നെ നിയമസഭ തുടങ്ങിക്കഴിഞ്ഞാൽ 6 ദിവസത്തിനകം ഇത് കൊണ്ടുവരണം എല്ലാവരും. അപ്പം പലപ്പോഴും പിന്നെ ഈ ഓർഡിനൻസിന് പകരം പിന്നെ അതിങ്ങനെ പോയപ്പോൾ ഓർഡിനൻസ് വരാറായി, പകരം ഓർഡിനൻസിൻ്റെ പകരം അത് റിവൈസ് ചെയ്യും. ഇത് വന്നപ്പോൾ സുധീരന് ഇഷ്ടപ്പെട്ടില്ല. സുധീരൻ അത് ഒരു താക്കീത് പോലെ, ഇത് ആവർത്തിക്കരുത്, ഞാൻ ഇനി ഇത് ആക്ഷൻ എടുക്കും അങ്ങനെ എന്തൊക്കെ പറഞ്ഞ്, അങ്ങനെ കരുണാകരനും മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനും സുധീരനും തമ്മിലുള്ള ഒരു അകറ്റയ്ക്ക് ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആ ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അതിപ്പോൾ മനസ്സിലാകാത്ത ചോദ്യങ്ങൾ കണ്ടിന്യൂ ചെയ്യണ്ട അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഇവിടെ ഹലോ. ഓർത്തെടുക്കാണ് ചില സംഭവങ്ങൾ ഓർക്കാൻ സമയമെടുക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പത്രപ്രവർത്തന ജീവിതത്തിൽ എനിക്ക് അഭിനയിക്കുന്നത്, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിയമസഭ ചരിത്രവും ധർമ്മവും എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അത് ഞാൻ അന്ന് ഇപ്പം ഈ പുസ്തകം ഇത് റിലീസ് ചെയ്യണമല്ലോ, പ്രകാശനം ചെയ്യണമല്ലോ. അപ്പോൾ അത് പുരുഷോത്തമൻ സ്പീക്കറായിരുന്ന ആളായിരുന്ന മധ്യസ്ഥയിൽ മാറ്റങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ധനകാര്യമന്ത്രിയായി. അപ്പോൾ എന്തായാലും അദ്ദേഹം സ്പീക്കറുടെ കെട്ടിടം താമസസ്ഥാനം വിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പുസ്തകമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ചെന്നപ്പോൾ എൻ്റെ വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. ഒരു അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇരുന്ന് ഞങ്ങൾ അപ്പുറം ചായ കൊണ്ടുവന്ന് ചായ കുടിച്ച് ഞാൻ ഈ പുസ്തകം കാണിച്ചിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വരണം. അപ്പോൾ അദ്ദേഹം വന്ധ്യയാണല്ലോ. ഞാൻ വരാം. KG ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ വല്ലതൊക്കെ എഴുതും, ഇതുപോലെയൊക്കെ എഴുതുമ്പോൾ കിട്ടുന്നുള്ളൂ. ഒരു കാര്യം ചെയ്ത്, എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ആൾ കുറവുണ്ട്. പിന്നെ KG ഞാൻ അവർ കൊള്ളില്ല കേട്ടോ, ഞാൻ പറഞ്ഞു വിട്ടു. KG ഒരു 10-12,000 രൂപ കിട്ടും, ശമ്പളം കിട്ടും. അപ്പോൾ ഞാൻ ഈ ചായയെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം അപ്പുറത്തിരിക്കുകയാണ്. എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കള്ളച്ചിരിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ ഇയാൾ കള്ളച്ചിരിച്ചിരിക്കുക, എന്ത് പറയുന്നു? ഞാൻ ചോദിച്ചു, നമ്മളിപ്പോഴെങ്ങനെ ഇരിക്കുന്നു? നമ്മളെങ്ങനെ ഇരിക്കുന്നു? അത് സിറ്റിയുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്റ്റാഫിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഇരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ എന്നെ നോക്കി, നീ ഇയാൾ കൊള്ളാമല്ലോടാ. ഞാൻ ചോദിക്കുന്നതാണ്, എനിക്ക് ആവശ്യം അതാണ്. ഞാൻ എൻ്റെ പത്രപ്രവർത്തനത്തെ കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു ആദരവാണത്. ആദരവ് കളഞ്ഞു കുളിക്കാൻ ആഗ്രഹിക്കുന്നില്ല
എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ വളരെ സന്തോഷമായി. ഞാൻ പുസ്തകം ഞാൻ റിലീസ് ചെയ്യാൻ വരും. ആരും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിലപാടെടുക്കാറില്ല കേട്ടോ. അവൻ അതായിരിക്കാം, ഓരോരുത്തർ ഓരോ രീതിയാണ്. അത് എനിക്ക് ഈ പറയുമ്പോൾ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വേദന തോന്നിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കണം. അപ്പോൾ അതിൽ PTIയുടെ മറ്റോ ഒരു മാനേജര് വിശ്വം എന്ന് പറയും, അങ്ങനെ വിശ്വനാഥൻ വിളിക്കുന്നത്, വിശ്വനാഥൻ എന്നൊരു പേര്. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം കരുണാകരൻ്റെ സ്റ്റാഫിലെടുത്തു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ പത്രസമ്മേളനം നടത്തി പ്രിഫ്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇയാനെ വിളിക്കും. അപ്പോൾ ഒരു ഞങ്ങളെല്ലാം ഫ്രണ്ട് ഇരിക്കുകയാണ്, ഞാനിപ്പോൾ ഫ്രണ്ടിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ വിശ്വനെ വിളിക്കുന്നു പറഞ്ഞു, നോക്കി ഓടെ വിശ്വസം വന്ന് വളരെ ഒതുങ്ങി കുളത്തിൽ വീഴുന്ന ആട്ടിനെ പോലെ ഒതുങ്ങി ഒരിക്കലും ഞങ്ങൾക്ക് വലിയ വിഷമം തോന്നി. അങ്ങനെ ഞങ്ങളെപ്പോലെ വന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ചോദ്യം ചെയ്യാനുള്ള ആളാണ്. ഇപ്പോൾ ഇതാണ്. അതുകൊണ്ട് ആ രീതിയിൽ വേണ്ട, മന്ത്രിസഭയിൽ സ്റ്റാഫ് കയറാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ചേട്ടാ, ഈ പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഓരം ഓർക്കാൻ പറ്റുന്ന അനുഭവങ്ങളുണ്ടോ? ഓരം കെ കരുണാകരൻ, EMS, മുഖ്യമന്ത്രിമാർ, മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവരുമായിട്ടുള്ള വ്യക്തിപരമായ രസകരമായ അനുഭവങ്ങളുണ്ടോ ഓർക്കാൻ പറ്റുന്ന? ആദ്യം ആ പുസ്തകത്തിനെ പറ്റി പറയാം, അതിനുശേഷം ആ ചോദ്യത്തിലേക്ക് കടക്കാം. പുസ്തകത്തിൻ്റെ പേരാണ് നിയമസഭാ ചരിത്രം. ഡീറ്റെയിൽസ് ആണോ? നിയമസഭാ ചരിത്രം അല്ലേ പുസ്തകം? നിയമസഭാ ചരിത്രവും ധർമ്മവും. നിയമസഭാ ചരിത്രം ധർമ്മം എന്നാണ് ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തിൻ്റെ 5 എഡിഷൻ കഴിഞ്ഞ് അതനുസരിച്ചുള്ള ഓരോ 1000 കാപ്പികൾ തീരുമ്പോൾ ഇപ്പോൾ 5000 കാപ്പി ആയിക്കഴിഞ്ഞു അതിൻ്റെ ഗ്രന്ഥങ്ങളായിരിക്കുന്നത്. അടുത്ത കാലത്ത് 5ാം പതിപ്പ് വന്നു അല്ലേ? 5ാം പതിപ്പ് വന്നു അല്ലേ? രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ. ഒന്ന് വിഷോത്തവൻ, എൻ്റെ മാധ്യമ ജീവിതത്തിൽ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് വിഷോത്തവൻ. സാധിച്ചില്ല, അല്ലാതെ പോയിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട് സ്കൂളിൽ കിടക്കുമ്പോൾ. പിന്നെ അതുകൊണ്ട് പിന്നെ ഉള്ളത് ഇപ്പോൾ കരുണാകരനൊക്കെ എൻ്റെ വലിയ കാര്യമാണ്. കരുണാകരൻ വലിയ കാര്യമാണ്. പിന്നെ കരുണാകരൻ പക്ഷെ അതേ ഈശ്വരഭക്തനാണ്, വളരെ ഈശ്വരഭക്തനാണ്. രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇറങ്ങും തൊടാൻ ഒട്ടയ്ക്കകത്ത്. ഇങ്ങനെയൊക്കെയാണ് നല്ല ഇഷ്ടം. EK നായനാറിൻ്റെ അടുപ്പവുമില്ല, പക്ഷെ ഇതുപോലുള്ള തമാശകൾ പറയും എന്നുള്ളതാണ്. SH മുഹമ്മദ് കോയ അത് തന്നെയായിരുന്നു. SH കോയ മുഖ്യമന്ത്രിയായി, സ്പീക്കറുമായിരുന്നു. ഉമ്മൻചാണ്ടി അതെ, ഉമ്മൻചാണ്ടിക്ക് ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ അത് ആരെയും പിണക്കില്ല. ഒരു ദിവസം ഞാനും ഹിന്ദുവിൻ്റെ ലേഖനമായിട്ട് ഏതോ ഒരു പത്രസമ്മേളനത്തിൻ്റെ ക്യാബിനറ്റ് ബ്രീഫിങ്ങിൻ്റെ ഏതോ സംശയം വന്ന് ചോദിക്കാൻ പോയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും അറിയാം ഓഫീസ് സെക്രട്ടറികൾ. കാരണം ഞങ്ങളെ കയറിപ്പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മന്ത്രിയുടെ ഒരു സ്റ്റാഫ് റൂമുണ്ട്, അവിടെ മുതൽ ആളിങ്ങനെ വീണ്ടും കിടക്കുകയാണ്. പിന്നെ മന്ത്രിയുടെ കസേര, ഓഫീസിലെ മന്ത്രിയുടെ കസേര വയ്ക്കും, ബാക്കി എല്ലാ കസേരകളും ആളിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിൽ ഓരോ കടലാസുണ്ട്. ഉമ്മൻചാണ്ടി ഇങ്ങനെ കടലാസ് ഒരാൾ കൊടുക്കുന്ന പെറ്റീഷൻ അതും കൊണ്ട് അടുത്ത ഒട്ടാൻ ഇപ്പം ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ ഏൽപ്പിച്ചത്. ഇതാണ് ആൾ സ്വഭാവം. അങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ കൊടുക്കും ഞങ്ങൾ ഇത് പരവശം കണ്ടിട്ട് അദ്ദേഹം അന്ന് ആ മന്ത്രിയുടെ മുറി ഓഫീസ് എന്ന് പറഞ്ഞതിനകത്ത് ഒരു റിട്ടയറിംഗ് റൂമുണ്ട്. ഞങ്ങൾ അവിടെ വിളിച്ചാണ് സംശയങ്ങൾ തീർത്തിരുന്നത്. അങ്ങനെ സംഘടനാ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പത്രപ്രവർത്തക യൂണിയനകത്ത് ഞാൻ പോയിട്ടില്ല. പത്രപ്രവർത്തനത്തിൽ പോയിട്ടില്ല. ഞങ്ങൾ സംഘടന ഉണ്ടായിരുന്നു.
അതേപോലെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകരുടെ കൂട്ടത്തില് 35 വർഷത്തെ നിയമസഭ റിപ്പോർട്ട് കാര്യങ്ങൾ നന്നായി പ്രസന്റ് ചെയ്യുന്ന MLA-മാര് താങ്കളുടെ മനസ്സിൽ നിൽക്കുന്ന ഒന്നോ രണ്ടോ പേരുണ്ടാവുമല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? വീട്ടിലെ വസ്തു ഇട്ടിട്ടുള്ള അങ്ങനെ കാര്യങ്ങൾ പിടിച്ചിട്ട് നിയമസഭയിലെ 26 പത്രത്തിൽ ശമ്പളം കിട്ടില്ല. ഇവിടെ മാകുന്നവർക്ക് BP മാകുന്നവർ അതേ ചോദ്യം. പറയും. അങ്ങനെ ഒരാള്. പിന്നെ KC സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ദീപികയിൽ ഒരു പ്രത്യേക ടൈപ്പാണ്. പക്ഷെ നല്ല മദ്യപാനമായിരുന്നു. അങ്ങനെ കൊടുക്കും കരട് പോയി തന്നെ മരിക്കേണ്ടി വന്നു. സാർ ചോദിച്ച ചോദ്യം എന്താണ് സാർ? ഒന്ന് റിപ്പീറ്റ് ചോദ്യം ചെയ്യാമോ കേട്ടില്ല. ചോദ്യം? ചോദ്യം കേട്ടില്ലേ? കേട്ടില്ല സാർ. ഇല്ല. ഈ 35 വർഷത്തെ നിയമസഭാ റിപ്പോർട്ടിങ്ങിനിടയിൽ ഏറ്റവും നന്നായി കാര്യങ്ങൾ അസംബ്ലിയിൽ പ്രസന്റ് ചെയ്യുന്ന സാമാജികർ ആരെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ആരൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ അടുക്ക് എത്തിയില്ലേ? ചോദ്യം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കും. നല്ല സാമാജികർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോഴും ഉണ്ടല്ലോ. അല്ല, നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സഭ ഉപയോഗിക്കുന്ന ആൾക്കാരാരാണ്? അങ്ങനെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഞാൻ കേരളത്തിൽ റിപ്പോർട്ടായിരിക്കുമ്പോഴുള്ള നിയമസഭാ സഭാചകന്മാരിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത് ഒന്ന് VT ചാക്കോ. അങ്ങനെ അത് പ്രതിപക്ഷ നേതാവായിരുന്നു. അത് നല്ല കാര്യം. VT ചാക്കോ, EM സുധീരൻ, പിരിച്ചക്കോ, BM സുധീരൻ, TK ദിവാകരൻ, പിന്നെ ഒത്തിരി പേരുണ്ട്. ഇതൊന്നുമില്ല, ഓർക്കുന്നില്ല. അപ്പൊ ഈ ആദ്യകാലങ്ങളിലെ സംഭവം പറയേണ്ടിയിരിക്കുന്നു. അതെ, ഓർക്കുന്നില്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇത് പറയാണ് സെക്രട്ടേറിയറ്റിന്റെ തെക്കേ ഭാഗത്താണ് രമേശയുടെ മുമ്പിൽ ഒരു പിക്കറ്റിംഗ് നടന്നു ആദ്യമായിട്ട്. അത് RSPക്കാരാണ് നടത്തിയത്. അതിന് നേതൃത്വം കൊടുത്തത് പങ്കേഷാണ്. എന്ത് പറഞ്ഞാൽ പ്രധാന സമരത്തിൻ്റെ ഇഷ്യൂ ഒരു കരിമണൽ സമരം. അതുപോലെ കരിമണൽ എടുക്കുന്നതിനകത്തുള്ള കരിമണൽ എടുക്കുമ്പോൾ അവിടെ നിന്നുള്ള തൊഴിലാളികൾക്ക് ദോഷം വരുന്നു. അതിനെ വെച്ച് അതിങ്ങനെ പറഞ്ഞു കരിമണൽ സമരമാണ്. അപ്പോൾ ഇവർ സത്യാഗ്രഹം നടത്തിയിട്ട് അതൊക്കെ ചെയ്തിട്ട് ആ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല സർക്കാർ. അതുകൊണ്ട് എന്നാൽ പിന്നെ നമുക്ക് നിയമസഭയിൽ സത്യാഗ്രഹം ഇരിക്കാം, പിക്കറ്റ് ചെയ്യാം അങ്ങനെ ചോദിച്ച് ഒരു ഒന്ന് 300 തൊഴിലാളികളെ വന്നു സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഒരു താഴ്വീഴ്ച ഒരു കണ്ടെത്തിയിരുന്നിട്ട് ഈ 300 പേരുടെയും പങ്കേഷം പറഞ്ഞു. ഞാൻ ദിക്സാക്ഷിയാണ്. പങ്കേഷം പറഞ്ഞു നമുക്ക് സെക്രട്ടേറിയറ്റിനകത്ത് കയറണം, സെക്രട്ടേറിയറ്റ് കയറി നിയമസഭയുടെ മുമ്പിൽ വിക്കറ്റ് ചെയ്യണം. പിന്നെ നല്ല പോലീസിൻ്റെ നല്ല അടിയെ കിട്ടും. അതിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പോകാം, അല്ലാത്തവർക്ക് നിൽക്കാൻ പോകും. 1-2 പേര് പോയി നിന്ന് ഈ 300 പേരെയും 3 ഒരു പോസ്റ്റ് ചെയ്തു. അപ്പോൾ 300 പേരും കയറിക്കഴിഞ്ഞാൽ ഒരേ സമയത്ത് തിരിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ പറയുന്നു. അങ്ങനെ പങ്കേഷൻ്റെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ പോലെ 300 പേരും 100 വെച്ച് ഒരു സ്ഥലത്ത് നിന്നിട്ട് 300 ചെന്ന് സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് അങ്ങ് പോലീസ് കൊണ്ട് കിടക്കുകയാണ്. ചെന്നുടനെ ഇവരങ്ങ് തള്ളി കയറി സകല പോലീസുകാരും താഴെയിട്ട് ചിലർക്ക് ചവിട്ടുകൊണ്ടു, ചിലരുടെ കൈയും കാലും ഇങ്ങനെ വ്യക്തമൻ. പങ്കേഷ് അങ്ങ് ഫ്രണ്ടിൽ ചെന്ന് അവിടെ പത്രിക ഇവിടെ പുറകെ പോലീസുകാർ കൂടെ ചെന്ന് അടിയെ കൊടുത്ത് ഇദ്ദേഹം അവിടെ വീഴുമ്പോൾ അവർ അവിടെ ബൂട്ടിട്ട് ചവിട്ടി കാലൊക്കെ മുറിഞ്ഞ് അങ്ങനെ ഒരു ആൾക്ക് കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം വലിയ വിഷമായിരിക്കും. അപ്പോൾ നിയമസഭ കൂടുകയാണ്. അപ്പോൾ നിയമസഭയിൽ അന്ന് ബാലകൃഷ്ണനും മെമ്പറാണ്, K. ബാലകൃഷ്ണനും മെമ്പറാണ്. ബാലകൃഷ്ണനും പിന്നെ ഇങ്ങനെ മന്ത്രിയായിരുന്ന K. ബാലകൃഷ്ണനും TK ദിവാകരനാണോ?
ടി കെ ദിവാകരനാണോ? ടി കെ ദിവാകരൻ. ടി കെ ടിക്കില്ല അല്ല, അല്ല, മറ്റേ ബേബി ജോൺ. ബേബി ജോൺ. ബേബി ജോൺ. ബേബി ജോൺ. ആ, ബേബി ജോൺ. ഓക്കെ. കെ ബാലകൃഷ്ണൻ, ബേബി ജോൺ, ടിക്കറ്റുകാരോട് തോന്നുന്നു. അവനല്ലേ ഇറങ്ങി വന്നപ്പോൾ പങ്കാക്ഷനെ രക്തമൊഴിച്ച് കിടക്കുകയാണ്. അപ്പോൾ അല്ല എടുത്തല്ല. അപ്പോൾ ഇതിനിടയ്ക്കും അവർ വരുന്നതിന് മുമ്പ് പോലീസുകാർ നിലത്ത് വീഴ്ന്നു പോയ പങ്കാക്ഷനെ കാലിൽ തൂക്കി പിടിച്ച് തൊട്ടടുത്ത കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ കൂടെ ഇടുന്നു. ഇവർ ഇറങ്ങി വന്നാണ് അത് മോചിപ്പിച്ചത്. അങ്ങനെ സംഭവമുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ആദ്യം നടക്കുന്ന ഒരു പിക്കറ്റിംഗാണ് രക്തപങ്കിലമായിട്ട്. സാർ ചോദിച്ച ചോദ്യം ഒന്ന് ചോദിക്കാമോ സാർ? നേരത്തെ ആ ചോദ്യം നമ്മൾ ചോദിച്ചല്ലോ. അവിടെ അതിന്റെ ഉത്തരവായിട്ടാണ് പങ്കജാക്ഷൻ എന്നാണ് ഏറ്റവും നല്ല സാമാജികരിൽ ഒരാളെന്ന് പറഞ്ഞിട്ടാണ് അനുബന്ധമായി ഇത് പറഞ്ഞത്. അനുബന്ധമായിട്ട് ഞാൻ ചോദിക്കാനിരുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തണം ഇത് തിരിച്ച്. അന്നത്തെ നിയമസഭാ പ്രവർത്തനവും ഇപ്പോഴത് നടപടികൾ അദ്ദേഹം പത്രത്തിലൂടെയും വായിക്കുകയും ടെലിവിഷനിൽ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നിലവാര തകർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അദ്ദേഹം ചോദിക്കാൻ പറ്റും. ചോദിക്കാം. ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലാതെ ചോദിച്ചിട്ട് എഴുതി കൊടുത്താൽ മതി. സാർ, അന്നത്തെ നിയമസഭാ സമ്മേളനവും ഇപ്പോഴത്തെ സമ്മേളനവും സാർ വായിക്കുന്നുണ്ടല്ലോ പത്രത്തില്. എങ്ങനെയാണത് തമ്മിൽ താരതമ്യം? എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നിയമസഭാ സമ്മേളനങ്ങളിലെ? അന്ന് നടന്നിരുന്നതും ഇപ്പോൾ നടക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. നിയമസഭാ അവലോകനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ സാറ് നോക്കാറില്ലേ? വലിയ മാറ്റം തോന്നുന്നുണ്ടോ? വലിയ അന്തരം ഉണ്ടോ? ഞാനത്ര വിശദമായിട്ട് നോക്കാൻ പോയിട്ടില്ല. നമ്മളതിന്റെ അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ എനിക്ക് പത്രക്കാരുടെ ഇന്നത്തെ പത്രക്കാരുടെ എനിക്കൊരു ഒരു ആദരവ് തന്നെ എന്ന് പറയാം. മാധ്യമ പ്രവർത്തകരെ മാത്രമല്ല, സാമാജികരുടെ പ്രകടനങ്ങൾ പഴയ ആൾക്കാർ കണ്ടാൽ ഒരു കാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ രാമചന്ദ്രൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് MLA-മാർ അവിടെ വന്നു. ഒരു 4-5 പേര് കാറിൽ വന്നു. അപ്പോൾ ഞാനവിടെ വെളിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരകത്ത് കയറി ബോഡി കണ്ടിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ അത് ഇയാൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല വേറെ ഇപ്പം വി ഡി സതീശൻ അല്ല, അത് രമേശ് ചെന്നിത്തലയും കൂടി ഇപ്പോഴത്തെ കാര്യമായിരിക്കില്ല പറയുന്നത്. ഇപ്പോഴത്തെ അല്ല, പഴയ കാര്യം. പഴയ കാര്യം സാർ പേര് പറയണ്ട, ബാക്കി പറഞ്ഞാൽ മതി. ഞാൻ റോഡിന്റെ ഇപ്പുറത്തേക്കായിരുന്നു. ഒരു കാര്യം ഇറങ്ങി പോയി ആണ് എന്നെ കാണുന്നത്. കൊണ്ട് എന്നെ അങ്ങനെ ഓടി വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെ ഇന്ന് എന്നെ കണ്ടാൽ ആദരിക്കുന്ന സമാജന്മാർ ഉണ്ട്. പഴയ ആൾക്കാരായോ? ഇപ്പോഴത്തെ നേതാക്കന്മാരെയൊക്കെ കാണാറുണ്ടോ? നേതാക്കന്മാരെ കാണാൻ പുറത്തിറങ്ങാറില്ലല്ലോ. എൻ്റെ ആരോഗ്യസ്ഥിതി അതിനൊന്നും അത് അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അധികം പോകാറില്ല. അല്ല, ഇപ്പോഴത്തെ ഈ നിയമസഭാ അവലോകനങ്ങള് പത്രങ്ങളിൽ കാണാറില്ലല്ലോ. വളരെ അപൂർവമല്ലേ? അകത്തെ പേജുകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കൊടുത്താലായി. അതെന്തായിരിക്കും കാരണം? നിയമസഭാ അവലോകനങ്ങൾ ഇപ്പോ വളരെ കുറഞ്ഞു വരുമല്ലേ? പത്രങ്ങൾ അത് വേണ്ട രീതിയിൽ കവർ ചെയ്യുന്നുണ്ടോ? അത് ഉൾപേജുകളിലൊക്കെ ഒതുങ്ങി പോവുമല്ലേ? മനോരമ മോശമല്ല വരുന്നുണ്ട്. കേരളം അത്ര പോരാ. കേരളം ഒരു ഈ അവലോകനം പത്രങ്ങളിൽ അവലോകനം വരാത്തതിൻ്റെ കാരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ജില്ലാ സാറും ഞാനുമാണ്. അപ്പോൾ ഞങ്ങൾ റിപ്പോർട്ടിങ് കൊടുക്കും, അതുവരെയുള്ള സംഭവങ്ങളുടെ ഒരു ചുരുക്കവും കൊടുക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാറ് പറയും, ഞാൻ എഴുതും. അങ്ങനെ ആയിരുന്നു. എന്തായാലും ഒരു ഈ നിയമസഭാ വാർത്തകൾക്ക് പുറമേ ഇങ്ങനെ ഒരു അവലോകനം പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത്
മനോരമയ്ക്കും മാതൃഭൂമിക്കും വളരെ സാധിക്കില്ല. കാരണം ഉം. ഇത് ലേറ്റായിട്ടാണ് അവരുടെ പത്രം പോകുന്നത്, ഇവിടെ നിന്നെല്ലാം മാറ്റർ പോകുന്നത്. ഞങ്ങൾക്ക് പിന്നെ ആ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അന്ന് KR ചുമ്മാറായിരുന്നു അന്നത്തെ അവരുടെ മനോരമയുടെ. ചുമ്മാർ കുറച്ച് രാഷ്ട്രീയമായിട്ട് അനുഭവങ്ങളുള്ള ഒരു മനുഷ്യനാണ്, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അപ്പോൾ ചുമ്മാറിൻ്റെ കണ്ടുപിടിച്ചതാണ് അവലോകനം. അത് പിന്നെ ബാക്കി പത്രങ്ങളും അത് ഞങ്ങൾ ഉൾപ്പെടെ കേരളവതി അത് സ്വീകരിച്ചു. അവലോകനം അത് രണ്ട് തരത്തിലുള്ള, ഒന്ന് സീരിയസ് ആയിട്ട് ഗൗരവപൂർണ്ണമായ അവലോകനം കൊടുക്കാം, പിന്നെ തമാശ പൂർണ്ണത്തിൽ കൊടുക്കാം. പിന്നെ അതിന് ചില പഴഞ്ചൊല്ലികളും ആയിട്ടൊക്കെ മമതാ ബാനർജി എഴുതിയ ചൂണ്ടയിൽ ഇതിനകത്ത് കൊത്തിയില്ല എന്നൊക്കെയാണ്. അതുപോലെയുള്ള അതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകൻ്റെ മാതൃകയിലെ കറസ്പോണ്ടായിട്ട് PC സുമാരെന്നാണ്. ഈ പഴക്കമുള്ള ആളാണ്, എന്നെക്കാളും വളരെയേറെ പഴക്കമുള്ള ആളാണ്. അദ്ദേഹം ഓരോ ദിവസവും ഓരോ പഴഞ്ചൊല്ല് കൊണ്ടുവരും ഇതുപോലെ. അപ്പോൾ ആ പഴഞ്ചൊല്ല് വെച്ചായിരിക്കും രാവിലെ അത് പത്രങ്ങളൊക്കെ നോക്കാറുണ്ടോ? പത്രങ്ങളൊക്കെ വായിക്കാറുണ്ടോ? ആ, സഭാ സമ്മേളനം ഞാൻ വായിക്കുന്നത് മാതൃകയല്ല, കേരളവതി. എനിക്ക് കേരളവതി ഫ്രീ കോപ്പി. ശബ്ദം വീക്കാണ് കുറച്ചും കൂടെ അടുത്ത്. എനിക്ക് ഇപ്പോൾ കേരളവതി ഒരു ഫ്രീ കാപ്പി തരുന്നുണ്ട് ഓഫീസിൽ നിന്ന്. ഫ്രീ കാപ്പി അത് കേരളവതി വായിക്കുന്നുണ്ട്, മനോരമ വായിക്കുന്നുണ്ട്, മലയാള മനോരമ വായിക്കുന്നുണ്ട്, പിന്നെ ഇത് ജന്മഭൂമി, അങ്ങനെ ഇത്രയും പത്രങ്ങൾ വായിക്കുന്നുണ്ട്. മനോരമ അല്ല, കേരളവതി എനിക്ക് ഫ്രീ കാപ്പിയാണ്. ഞാൻ പിരിഞ്ഞതിന് ശേഷമുള്ള ഒരു കേരള മാത്രമല്ല ഇതുണ്ടല്ലോ, ദേശാഭിമാനി കിട്ടല്ല, മാതൃഭൂമി. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. വായിക്കുന്നുണ്ട്. അപ്പം ഹേമ, നമുക്ക് ഒത്തിരി നേരമായി ചേട്ടൻ സംസാരിക്കുന്നു അല്ലേ? നമുക്കിനി ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം അല്ലേ? മാത്രമല്ല, കലണ്ടർ അടിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് തോന്നി. അത് ടെലിവിഷൻ കാണാറുണ്ടോ? TV കാണാറുണ്ടോ? TV കാണാറുണ്ട്. ഈ പത്രപ്രവർത്തനം ഇനി എന്ത് സംഭവിക്കും? പത്രപ്രവർത്തനത്തിന് എന്തൊക്കെ മാറ്റം ഉണ്ടാവും ഇനി? പത്രപ്രവർത്തനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് പറയാൻ ഞാൻ ആരാളല്ല. നമ്മളെല്ലാവരോടും ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം, എല്ലാവരോടും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും പത്രം വായന നിർത്തിയിട്ട് കുറെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പൊ ടെലിവിഷൻ കാണുന്നു, പുതിയ ഈ ഇന്റർനെറ്റ് മാധ്യമങ്ങൾ വരുന്നുണ്ട്, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ചെറുപ്പക്കാർക്കൊക്കെ കൂടുതൽ എളുപ്പം ഈ മൊബൈലിൽ കാണുന്ന വാർത്തകൾ വായിക്കുന്നത്, അതൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് അവരുടെ കാര്യം. അച്ചടി പത്രങ്ങള് എത്ര കാലം ഇനി ഉണ്ടാവും? അത് പറയാക്കില്ല. ഇപ്പൊ ഞങ്ങള് പറഞ്ഞ മനോരമയാണ് അവരുടെ പത്രത്തിന്റെ മഹിമ പറഞ്ഞു നടക്കുന്നത് പല രൂപത്തിൽ. പണ്ട് ആട് പത്രങ്ങൾ മാതൃഭൂമി പത്രമാണെന്ന് തോന്നുന്നു, മനോരമ അല്ലാണ്ട് എഴുതി തോന്നുന്നു. ആടെല്ലാം കൊണ്ട് തിരുന്നു കൊണ്ട് അത് കൊണ്ടുപോയി പത്രങ്ങൾ വളരെ ഇട്ട് ആട് തിരുന്ന് പറഞ്ഞിട്ട് അതിന് അവർ ബദലായിട്ട് വരെ എന്തോ ചെയ്ത്. അതിൻ്റെ അതൊരു നല്ല ട്രെൻഡല്ലേ അത്. പത്രങ്ങളിൽ പരസ്പരം സഹായം ഒക്കെ വേണം. ഞാനുണ്ടാക്കുന്ന എക്സ്ക്ലൂസീവ് നമ്മളിലേക്ക് കൊടുക്കണ്ട, അതിനുള്ളൂ. എക്സ്ക്ലൂസീവ് വാർത്തകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എക്സ്ക്ലൂസീവുകൾ അങ്ങ് കൊടുത്ത എക്സ്ക്ലൂസീവ് വാർത്തകൾ അതെ, ഏതെങ്കിലും ഒന്ന് പറയാമോ? അതായത് ഒരെണ്ണം ചേട്ടനെ വരദരാജൻ നായർ KPCC പ്രസിഡന്റായിട്ട് 12 വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ ഒരെണ്ണം? അല്ല, ഇന്റർമീഡിയറ്റ് വിദ്യാഭ്യാസം നിർത്തിയിട്ട് അതിനെ എന്താ പേര് പറയല്ലോ, PDC ബോർഡ് അല്ലേ? പ്രീ ഡിഗ്രി ബോർഡ് കിട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് കിട്ടുന്നതാണ്. അത് ശരിയാണോ എന്ന് അറിയണം. അന്ന് ബ്രീഫിംഗ് ഇല്ലായിരുന്നു.
പ്രകടിപ്പിക്കും. അപ്പോൾ ഞാൻ നല്ലോണം നോക്കിയിട്ട് കൊണ്ടു. ഞാനൊരു കാര്യം ചെയ്തു, പ്രീഡിഗ്രി ബോർഡിൻ്റെ എഞ്ചിന് കേൾക്കുന്നില്ലെന്ന് ആരും പിടിയിരുന്നില്ല. അപ്പോൾ അത് വയലാർ രവി ഇപ്പോൾ അടുപ്പമാണ്, അത് അടുപ്പമുണ്ട്. അപ്പോൾ വയലാർ വിളിച്ച് വയലാർ എയർപോർട്ടിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു, ഫോണെ വിളിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഒരാളുടെ സിയാഫി വിളിച്ച് പോന്നു. സംഗതി അതെന്തോ ചർച്ച നടന്നല്ലോ, അത് എനിക്ക് എന്താണ് ആയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഒന്ന് നോക്ക് എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് നേരെ പിന്നെ അത് പിടിക്ക് പോകേണ്ടത് കെറ്റി ചാർജാണ്, അല്ലാതെ കയറ്റില്ല. കെറ്റി മന്ത്രിയുടെ പേര് ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബ് ആണെന്ന്. അപ്പോൾ ഞാനെന്തായാലും TM ജേക്കബ് ആയിരുന്നോ? TM ജേക്കബാണ്. TM ജേക്കബ്. അപ്പോൾ ജീപ്പൊക്കെ ഓടിക്കാൻ പോയില്ല ആണിതല്ല. അപ്പോൾ ഞാൻ നേരെ പിന്നെ സവാസിനെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ നല്ല വാർത്തകളൊക്കെ എവിടെ ചെന്ന് കൈകാര്യം ചെയ്യും. അവൻ സവാസ് ഇങ്ങനെ വാർത്ത കേട്ട് പ്രീഡിഗ്രി ബോർഡ് വരാൻ പോകുന്നത് കേട്ടു. അത് എനിക്ക് പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല, നോക്കണോ. അപ്പോൾ പിന്നെ സഭാഷിൻ്റെ മന്ത്രിമാരുമായിട്ടൊക്കെ വളരെ കൂടെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ സംഗതി ശരിയാണ്. അത് ഞങ്ങൾ പിറ്റേ ദിവസം നല്ല ഭയങ്കര ഒച്ചപ്പാടുകളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലവർ ഞങ്ങൾ പത്രക്കാരെ പരസ്പരം കൈമാറുന്നവരുണ്ട്, നല്ല വാർത്തകൾ. അത് വളരെ മുഖ്യമായിട്ടൊക്കെ ഉള്ളൂ. സാർ വേറൊരു കാര്യം ചോദിച്ചല്ലോ സാർ, വരദരാജൻ നായർ 12 വോട്ടിന് KPCC അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടും എന്നൊരു വാർത്ത കൊടുത്തിരുന്നല്ലോ. എന്തായാലും പത്രപ്രവർത്തനം അത് കേട്ടില്ല സാർ. എന്തായാലും വരദരാജൻ നായരെ 12 വോട്ടിന് KPCC അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായില്ലേ? വരദരാജൻ നായർ 12 വോട്ടിന് KPCC അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, അതുമായിട്ട് ഓർമ്മയില്ല സർ. ഓർമ്മയില്ല. ചേട്ടൻ അങ്ങനെ ഒരു വാർത്ത എക്സ്ക്ലൂസീവായി കൊടുത്തതായി എഴുതിയിട്ടുണ്ട് നേരത്തെ. അവസാനിപ്പിക്കുകയാണ് സർ. നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് സംസാരിച്ചോളൂ. വാർത്താ ജീവിതത്തിനെ പറ്റി ഒരു വാക്ക് കൂടി പറയാം. ജീവിതം, ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര വർഷം മാധ്യമ ജീവിതം, മാധ്യമത്തില് ഒരു സുവർണ കാലമാണ് ഇത് എന്നെ സംബന്ധിച്ച് പൊയ്ക്കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്കതിൽ ഒരു ഇന്ത്യനാണ് ഞാൻ അക്കാര്യത്തിൽ. അത് ആരും പ്രകടിപ്പിക്കാറില്ല, പ്രകടിപ്പിച്ചിട്ട് ഫലവുമില്ല. അത് പക്ഷേ എനിക്കൊരു ഇന്ന് കിട്ടിയാലും ആരോഗ്യമില്ല, അല്ലെങ്കിൽ ഇന്ന് കിട്ടിയാലും ജോലി ചെയ്യാൻ തയ്യാറാണ് ഞാൻ എന്നുള്ളത്. ഒരു സുവർണകാലമായിരുന്നു എന്ന് പറയാം. പല പല രംഗങ്ങൾ കാണാൻ, പലരുടെയും നേതാക്കന്മാർ പലരുടെയും ഉയർച്ചയും താഴ്ചയും അത് കാണാം. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ സാധിക്കും. ഇതെന്താ വായനക്കാരോ മാത്രമല്ല, ഇത് പത്രങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലുള്ളവർ. പണ്ട് ഒരു കാലത്ത് KG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളപതി അല്ലേ എന്ന് ചോദിക്കും. KG വിജയരാഘവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളപതി അല്ലേ ചോദിക്കും. കേരളപതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം ഞങ്ങൾ രണ്ടുപേരും ഓർക്കും, വിജയരാഘവനെ എന്നെയും ഓർക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ തന്നെ എനിക്കൊരു ലേഖനം എഴുതണം എന്നുണ്ടെങ്കിൽ സംശയമല്ലേ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലേഖകന്മാരെ വിളിച്ച് കഴിഞ്ഞാൽ അവർ പറയാറുണ്ട്. അത് മനോരമയിലും പറയും, പിന്നെ കേരളതയും പറയും. കേരളത്തിലല്ലെങ്കിലും പറയും. കേരളത്തിനോട് ഇപ്പോഴും കേരളപതി MS മണിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു പരിഗണന എനിക്കിപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ ദീപു രവിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. വളരെ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇത് കലണ്ടർ കൊടുത്തയച്ചത്. കലണ്ടർ ഞാനും ചോദിച്ചില്ല. എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് പറഞ്ഞാൽ ഞാൻ കലണ്ടർ അടിക്കുന്നേ ഉള്ളൂ, കലണ്ടർ അടിച്ചിട്ട് ഞാൻ കൊടുത്ത് വിടാം എന്ന് പറഞ്ഞു. അത് കറക്റ്റായിട്ട് വരികയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ആ ഒരു നല്ല പരിഗണന എനിക്കുണ്ട്. അതിനകത്തുള്ള പയ്യൻ, ഡെസ്കിൽ ഇരിക്കുന്ന പയ്യൻ ആൾക്കാർ മോശമൊന്നുമില്ല. ഒരു രാജേഷുണ്ട്, അറിയാമോ? രാജേഷ് പള്ളിയിലൊക്കെ കാണാം. വിവരമുള്ള പയ്യനാണ് രാജേഷ്. നമ്മുടെ ഒരു
അഭ്യുതകാംക്ഷിയാണ്. സാറ് വല്ല എഴുതാൻ ഞാൻ പറഞ്ഞു ഇപ്പം പഴയ പോലെ എഴുതാൻ സാധിക്കുന്നില്ല. എനിക്കിപ്പോൾ ആരോഗ്യപരമായ കുഴപ്പം കൊണ്ടാണ് പഴയ പോലെയുള്ള പഞ്ച് വരുന്നില്ല, ഇതുകൊണ്ട് വരുന്നില്ല. ഇങ്ങനെയല്ല, പണ്ട് നല്ല പഞ്ച് നല്ല പഞ്ച്, പണ്ട് നല്ല പൊളിറ്റിക്കൽ ലേഖനങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. CPM വിമർശിച്ചും കോൺഗ്രസ് വിമർശിച്ചും ലേഖനം എഴുതിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് വരാൻ പിന്നെ ഒരു കാലമല്ലേ കഴിഞ്ഞിട്ട്. നേരത്തെ പറഞ്ഞാൽ പത്രപ്രവർത്തന രംഗത്ത് സുവർണ്ണകാലം പോയി കഴിഞ്ഞു എന്നെ സംബന്ധിച്ച്. അങ്ങനെ പോട്ട് പുതിയ തലമുറയ്ക്ക് ഒരു ഉപദേശം എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? അവർക്കൊരു ആശംസ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അത് തന്നെയല്ല, അത് എനിക്കുള്ളൂ. പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പരിപാവനമായ ജോലിയാണ്. അതിന് കളങ്കം ഉണ്ടാക്കരുത്, ഇല്ലാത്തത് കൊടുക്കരുത്. പിന്നെ അസത്യമായ വാർത്തകൾ കൊടുത്തുകൊണ്ടാൽ അതിൻ്റെ ദോഷം നമുക്ക് മാത്രമല്ല പത്രത്തിനും ദോഷമാണ്. പത്രത്തിൻ്റെ പിൻബലം എന്ന് പറയുന്നത് നല്ല വാർത്തകളാണ്, തെറ്റാത്ത വാർത്തകളാണ്. അതാണ് എനിക്ക് അതിനകത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരു വാർത്ത കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വാർത്ത തെറ്റരുത് എന്നുള്ളതാണ്. ഒരു വാർത്ത കൊടുക്കാൻ സാധിച്ചില്ല, വേണ്ട, പക്ഷേ അതിനു വേണ്ടി തെറ്റെഴുതി വയ്ക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മുടെ വിശ്വാസം, നമ്മളിലുള്ള വിശ്വാസം കുറയും. ആ വിശ്വാസം ഇല്ലായ്മ പത്രത്തിനും ബാധിക്കും, അത് ദോഷമാണ്. വളരെ നന്ദി സർ. മലയാള പത്രപ്രവർത്തന രംഗത്തെ കാരണവരോടാണ് ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചത്. ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് വളരെ നന്ദി. അങ്ങേക്ക് എല്ലാ ആശംസകളും. പ്രദീപ് സാറ് ഔപചാരികമായിട്ടുള്ള പിന്നെ നന്ദി പ്രകടനത്തിന് പ്രദീപ് സാർ വരും. അതെ സാർ, ഇത്രയും ആരോഗ്യം അത്ര മെച്ചമല്ലായിരുന്നിട്ട് പോലും അല്ലേ ഇത്രയും നേരം 1.5 മണിക്കൂർ വളരെ സുദീർഘമായി സംസാരിച്ചു. 1963 മുതൽ 98 വരെയുള്ള കേരളമുദിക്കാലം, 98-ന് ശേഷം അദ്ദേഹം വിരമിച്ചിട്ട് എത്രയോ വർഷങ്ങളായി ഇപ്പോഴും കേരളമുദി വായിക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ KG എന്ന പേര് കേട്ട് കഴിഞ്ഞാൽ KG പരമേശ്വരൻ നായർ എന്ന് തന്നെ പറയും. അത്രയ്ക്ക് മനസ്സിൽ പതിഞ്ഞ രാഷ്ട്രീയ ലേഖനങ്ങൾ, എഴുത്തുകൾ, കോളങ്ങളൊക്കെ അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകളായി നമ്മുടെ വായനക്കാരുടെ മുന്നിലുണ്ട്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൻ്റെ കൂടി ഒരു ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. അപ്പോൾ സമ്പന്നമായ അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതം നമ്മുടെ മുന്നിൽ ചരിത്രരേഖയായി അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദത്തിലൂടെ രേഖപ്പെടുത്തപ്പെട്ടു. ഇതിൽ പങ്കെടുത്ത ഹേമലത പറഞ്ഞ പോലെ കേരളത്തിലെ മാധ്യമരംഗത്തെ കാരണവരായ ബഹുമാനപ്പെട്ട ശ്രീ KG പരമേശ്വരൻ നായർ സാറിന് ക്ലബ് ഹൗസ് മീഡിയ റൂമിൻ്റെ നന്ദി അറിയിക്കുന്നു. നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.